പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 3 ദിവസത്തെ സുവിശേഷ യോഗത്തിന്റെ ആരംഭത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തമ്പുരാന്റെ പൊന്നുപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കലായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമായി ഭരിച്ചു വാഴുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവേ ഈ സുവിശേഷ മഹായോഗത്തിൽ സ്വർഗം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത് പോലെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, അങ്ങയുടെ കർത്താവേ വലിയ പ്രവൃത്തി ഈ പകൽക്കാലം ഈ വൈകിയ വേളയിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ 3 ദിവസവും സ്വർഗം തന്നെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ പാടുന്നേൽപ്പിക്കുന്ന കർത്താവേ, പാട്ട്, പ്രാർത്ഥന, വചന ശുശ്രൂഷ, ആശീർവാദം സകലതും തമ്പുരാന്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഇറങ്ങുന്ന ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ ഈ നാട്ടിലെ കർത്താവേ സകല ജനത്തെയും പരിശുദ്ധൻ കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം, സന്തോഷവും സമാധാനവും സ്വസ്ഥതയും പരിശുദ്ധൻ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ കർത്താവേ പ്രാരംഭ ദിവസത്തിൽ ഞങ്ങൾ കർത്താവിന്റെ പൊന്നുപാദപീഠത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ വലിയ ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടട്ടെ കർത്താവേ. ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ പൂർണ്ണമായി ഉടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ജനത്തെ പരിശുദ്ധൻ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയിൽ സ്വർഗം നയിക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. അയ്യോ പകർച്ചവ്യാധിയല്ലേ, പകർന്നു പോകുമെന്ന് ചിന്തിച്ച് മാറി നിന്ന ആളല്ല യേശു ക്രിസ്തു. പിന്നെയോ ആ കുഷ്ഠരോഗിയെ അടുക്കൽ ചെന്ന് ചേർത്ത് പിടിച്ച് സൗഖ്യമാക്കിയ ഒരു നാഥനത്രേ യേശു നാഥന്. അങ്ങനെയെങ്കിൽ ഈ ദേശത്തിലും വ്യത്യസ്തമായ വിഷയത്തോടെ പുറത്തു പോലും പറയാൻ കഴിയാതെ ഭാരത്തോടിരിക്കുന്ന, രോഗത്തോടിരിക്കുന്ന, നിരാശയോടിരിക്കുന്ന മക്കളെ തൊട്ട് വിടുവിക്കുവാൻ യേശു മതിയായവനാണ്. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, രോഗത്തോടെ യായിറോസിന്റെ മകൾ ആമേൻ മരണാസന്നെ കിടക്കുമ്പോൾ യേശു കർത്താവിനെ വന്ന് അറിയിക്കുകയാണ്, കർത്താവേ ഇതാ എൻ്റെ കുഞ്ഞിങ്ങനെയാണ്. യേശു കടന്നു പോയി ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഈ ദേശത്ത് നടക്കും, അതിശയങ്ങൾ ഈ ദേശത്ത് നടക്കും, അടയാളങ്ങൾ ഈ ദേശത്ത് നടക്കും. വചനത്തിന് ജീവനുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. വചനം വാക്യം വായിക്കുമ്പോൾ എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ ജീവനുള്ളതാണ് വചനം, ചൈതന്യമുള്ളതാണ് വചനം, ഇരുവായുധമുള്ള ഏതൊരു വാളിനെക്കാളും മൂർച്ചയേറിയതാണ് വചനം. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ഞകളെയും വരെ വേർപിരിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണ് വചനം. ഹല്ലേലൂയ. വചനത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വചനത്തിന്. ഇന്ന് വ്യത്യസ്തമായ വേദനയോടും ഭാരത്തോടും ഈ ഗ്രൗണ്ടിൽ ഈ ശബ്ദ പരിധിക്കുള്ളിരിക്കുമ്പോൾ പൈതലെ വചനത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. നിന്റെ എല്ലാ സാഹചര്യങ്ങൾക്കകത്തും ഇറങ്ങി വന്ന് ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈ യേശു ഇന്ന് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പനായിട്ട് വന്നിട്ടുണ്ട്, അമ്മയായിട്ട് വന്നിട്ടുണ്ട്, മാറാത്തവനായി, സ്നേഹിതനായി, കൂട്ടുകാരനായി, എല്ലാമായി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. ആത്മാവിനെ നിറയ്ക്കുവാൻ യേശു കർത്താവ് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, നമുക്ക് എല്ലാ ഭാരങ്ങളും ദൈവത്തിന് കൊടുക്കാമോ? ആമേൻ. നമുക്ക് വായിക്കാമോ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കാമോ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം? എല്ലാവരും വേദപുസ്തകം തുറന്നാട്ടെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഹല്ലേലൂയ. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ നാമത്തിന്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും പാടും. ഏതെന്ന്? യേശു മാത്രം കർത്താവെന്ന്. പാട്ടുകാരൻ പാടി, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്.
മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാ നാവും സ്തുതിക്കുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്വത്രം, കാക്കയെ കൊണ്ട് ആഹാരം കൊടുപ്പിച്ച നാമമാണ് യേശുവിൻ്റെ നാമം. അടഞ്ഞ വാതിൽ തുറപ്പിച്ച നാമമാണ് യേശുവിൻ്റെ നാമം. ലാസർ മരിച്ചു, അടക്കപ്പെട്ട് 4-ാം ദിവസമാകുമ്പോൾ വേദനയുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന യേശുവിൻ്റെ നാമം കല്ലറകളെ തുറപ്പിച്ച നാമമാണ് യേശുവിൻ്റെ നാമം. നിന്റെ ജീവിതത്തിനകത്ത് ചില വിഷയങ്ങൾ സീൽ ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ശത്രു സീൽ ചെയ്തതിനെ തുറക്കുന്ന സ്വർഗം ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ആമേൻ. ശത്രു സീൽ ചെയ്തതിനെ, ലോകം സീൽ ചെയ്തതിനെ, ദേശം സീൽ ചെയ്തതിനെ, നിന്റെ ബന്ധുക്കൾ നീ നന്മ പ്രാപിക്കലെന്ന് സീൽ ചെയ്തതിനെ ആമേൻ തുറക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ യേശു എന്ന നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ നാമം ഇന്ന് ചിലത് ചെയ്യും. ആ നാമം ഈ ദേശത്തിൽ ഇടപെടും. ഈ ദേശത്തിൽ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യും. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്നെ ഇന്ന് രാത്രി എൻ്റെ യേശു തൊട്ട് വിടുവിക്കും. ജീവിതത്തിനകത്ത് ഒരു ചലനം സൃഷ്ടിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. 10,000-ങ്ങളിൽ അതിസുന്ദരനാകുന്ന യേശു മാറത്ത് പൊൻകച്ച കെട്ടി 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി തെറ്റിച്ച് വെള്ളോട് ശിശമായ കാലുള്ള കർത്താവ് ഇതാ ഇന്ന് രാത്രി ഈ ദേശത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 10,000-കണക്കിന് ദൂതന്മാരുടെ അകമ്പടിയോടെ രാജാതി രാജാവ് ഈ ദേശത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ചില അത്ഭുതത്തിന്റെ രാത്രി, ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി, ഇന്ന് രാത്രി അടയാളത്തിന്റെ രാത്രി, ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ അതിശയത്തിന്റെ രാത്രി എന്ന് ആമേൻ ആത്മാവ് തെളിവായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ഒരിക്കൽ ഹല്ലേലൂയ യേശുവിനെ ഒരു വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. യേശു കർത്താവിനെ എന്തിനു ക്ഷണിച്ചിരുന്നു? വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിനെ കാനാവിൽ വിവാഹത്തിന്, കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു യേശുവിനെ. യേശു ക്ഷണം കേട്ട് ആ വിവാഹത്തിന് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. വിവാഹത്തിന് ക്ഷണിച്ച യേശു ആ വിവാഹത്തിന് വേണ്ടി കടന്നുപോയി. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ക്ഷണിക്കുന്നിടത്തല്ല യേശു കടന്നു വരും. ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പാ എൻ്റെ കൂടെ എൻ്റെ വീട്ടിനകത്ത് വരണമെന്ന് നീ ക്ഷണിക്കുകയാണെങ്കിൽ, ഓ നീ വിഷമത്തോടെ ഇരിക്കുന്നത്, നീ കഷ്ടപ്പാടോടെ ഇരിക്കുന്നത്, വേദനയോടെ ഇരിക്കുന്നത്, എന്നാൽ എൻ്റെ പ്രാണപ്രിയനെന്ന് ക്ഷണിക്കുമെങ്കിൽ ആ ക്ഷണം കേട്ട് നിന്റെ കൂടെ ഭവനത്തിൽ വന്ന് നിന്റെ സ്ഥിതിക്കൊരു മാറ്റം തരുവാൻ ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, കരുണയുള്ള കൈവിടില്ലെന്നെ, കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, കരുണയുള്ള കൈവിടില്ലെന്നെ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ. ഹല്ലേലൂയ. ഈ ഫ്രണ്ടിലിരിക്കുന്ന 3 വരി ഇപ്പുറത്ത് വന്നിരിക്കണം. ബാക്കിലുള്ള ആർക്കും കണ്ടുകൂടെ. ഞാൻ ഈ കുഴിക്കകത്താണ് നിൽക്കുന്നത്. ബാക്കിലുള്ളവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് അവരെയും കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ടിലുള്ള 3 ലൈനും ഇപ്പുറത്ത് വന്നിരിക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് കാണാൻ പറ്റും. അവർക്കൊന്നും എന്നെയും കാണാൻ പറ്റുന്നില്ല. പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് അവരെയും കാണാൻ പറ്റുന്നില്ല. ഈ 3 ലൈന് ഇപ്പുറത്തൊക്കെ ലൈനിൽ വന്ന് ഇരിക്കണം. അതുപോലെ ഞങ്ങൾ മൈക്കോടറിന് പോയപ്പോൾ അവിടെ നിന്ന് സാറ് പറഞ്ഞത് എല്ലാവരും വരുന്നവരെ കൊണ്ട് പേരും ഫോൺ നമ്പരും ഇട്ട് ഒരു സൈൻ കൂടെ ഇടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദയവായി നിങ്ങളുടെ അടുക്കൽ ബുക്ക് വരുമ്പോൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഫോൺ നമ്പർ എഴുതി തൊട്ടപ്പുറത്തൊരു സൈന് മാത്രം ഇട്ടാൽ മതി. സ്തോത്രം. കോവിഡ് സമയത്ത് നമ്മൾ ചെയ്തതുപോലെ ചെയ്യണമെന്നാണ് സ്തോത്രം ഇവിടുന്ന് അധികാരികൾ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ്.
ദൈവത്തിന് സ്വത്രം. വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ എല്ലാവർക്കും എന്നെ കാണാമല്ലോ. ഹല്ലേലൂയ. എനിക്കും കാണാം. രഞ്ജിത്ത് ഇപ്പുറത്ത് വന്നേ തീരും. സ്വത്രം കാണണം എനിക്ക് വേക്കില്. ഇപ്പുറത്ത് വാ. ഹല്ലേലൂയ. ഈ അറ്റത്ത് കസേര. ദൈവത്തിന് സ്വത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്കിനി വചനത്തിലേക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് നിങ്ങളെയും ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ ശ്രദ്ധിക്കുന്ന ആരുണ്ട് ഇതിനകത്ത്? യേശു കർത്താവ്. ഹല്ലേലൂയ. നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ വാച്ച് ചെയ്യുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ തിരുത്തി 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 നമ്മളെ പേര് വിളിക്കുന്ന യേശു ക്രിസ്തു ഈ ആരാധനയ്ക്കകത്തുണ്ട്. നിങ്ങളെ കാണുന്നുണ്ട്. കണ്ടോ? ഹല്ലേലൂയ. അബ്രഹാം ഉണ്ടല്ലോ, ആ സ്തോത്രം. അബ്രഹാമിന്റെ ഭാര്യ സാറായി ഹാഗർ ഗർഭിണിയായി അറിഞ്ഞപ്പോ കാഠിന്യം തുടങ്ങിയില്ലേ? കാഠിന്യം തുടങ്ങിയപ്പോൾ ഈ സഹോദരി വേദന വന്ന് അവൾ ഇറങ്ങിപ്പോയി. പക്ഷെ അവളുടെ കൂട്ടത്ത് ആരും കൂടെ പോയി? യേശു കൂടെ പോയി. അമ്മേ, അവളുടെ വേദന അറിഞ്ഞ്, അവളുടെ ഭാരം അറിഞ്ഞ്, അവളുടെ കണ്ണുനീരറിഞ്ഞ്, അവളുടെ ദുഃഖം അറിഞ്ഞ്, അവളുടെ സങ്കടം അറിഞ്ഞ്, അവളുടെ നിരാശ അറിഞ്ഞ് അവളുടെ കൂടെ സ്വർഗത്തിൽ ദൂതനെയും കൂടെ പോയി. ദൂതൻ മാത്രമല്ല, സ്വർഗം ഇറങ്ങി അവളുടെ അടുക്കൽ ചെന്നു. നീരറുവിന്റെ അടുക്കൽ അവൾ എത്തുമ്പോൾ ഹാഗറിനോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗറേ, നീ എന്താ ഇവിടെ? ഹല്ലേലൂയ. നീ തിരിച്ചു പോകാ. ആമേൻ. മാത്രമല്ല, ഗർഭിണിയായി ഇരുന്ന ആ ഹാഗറിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനുള്ള ആലോചന പറഞ്ഞ്, ആമേൻ, ദൈവത്തിന് സ്തോത്രം, അവൾ പുറത്തിറങ്ങുമ്പോഴും അവളോട് ആലോചന പറയാൻ മറക്കാതെ എൻ്റെ ദൈവം കൂടെ നടന്നു. അങ്ങനെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ആലോചന പ്രാപിച്ചിട്ടേ പോകൂ, നിങ്ങൾ വിടുവിൽ പ്രാപിച്ചിട്ടേ പോകൂ, നിങ്ങൾ സൗഖ്യമായിട്ടേ പോകൂ. നിങ്ങൾ പ്രശ്നത്തോടെ വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പ്രശ്നം മാറിയിട്ടേ പോകൂ. നിങ്ങൾ വേദനയോടെ വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എങ്ങനെ പോകും? വേദന മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് മഹത്വപ്പെടുത്തിക്കേ. കരങ്ങളെ ചേർത്ത് നടിച്ച് ഹല്ലേലൂയ. തിരിച്ചു പോകുമ്പോൾ ഈ ദുഃഖത്തോടല്ല പോകുന്നത്, ഈ നിരാശയോടല്ല പോകുന്നത്. പിന്നെ എങ്ങനെ പോകും? ഹല്ലേലൂയ. തുള്ളി ചാടി. ആമേൻ. കണ്ണ് കാഴ്ചയില്ലാത്ത കുരുടനായ മനുഷ്യൻ എല്ലാ ദിവസവും ആൾക്കാർ എന്ത് ചെയ്യണം? തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് സ്വത്രം ഭിക്ഷയായിരിക്കണം. എന്നാൽ അന്നത്തെ ദിവസം യേശു ആ ദേശത്തൂടെ വരുന്നെന്ന് കേട്ടൂല്ലേ? യേശു വരുന്നെന്ന് കേട്ടപ്പോൾ കുരുടൻ ശബ്ദം കേട്ടു. യേശുവാണെന്നറിയത്തില്ല. കുരുടൻ ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് അപ്പാ സ്തോത്രം ഇവിടെ എന്താണ്? ജനത്തോട് ചോദിച്ചു, ഇവിടെ എന്താണ് കാര്യം? ഒരു ഒച്ചപ്പാട് കേൾക്കുന്നല്ലോ. ജനം പറഞ്ഞു, നസ്രായനാകുന്ന യേശു ഇതിലെ പോവുകയാ. അപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ വിടുതലിൻ്റെ പകലാണ്. എൻ്റെ യേശു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വിടുതൽ ഉറപ്പ്. ആമേ. കുരുടനല്ലേ അവൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അവൻ എന്നും അവനെ നിന്നയാ, എന്നും പരിഹാസം. എത്ര പേര് ആൾക്കാർ നോക്കും? എത്ര ദിവസം ആൾക്കാർ തൂക്കിയെടുത്തുകൊണ്ട് ഹല്ലേലൂയ പഴിയമ്പലത്തിൽ ഇരുത്തും, അല്ലെങ്കിൽ ഭിക്ഷയാചിക്കാൻ ഇരുത്തും. സ്വത്രം എല്ലാവർക്കും മടുത്തൂല്ലേ? വർഷങ്ങളാകുമ്പോൾ എല്ലാവരും മടുക്കൂലേ? പക്ഷെ ആ മടുത്തെങ്കിലും മടുക്കാത്തൊരു കർത്താവ് അതിലെ കൂടെ പോയി. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ച ഒരു കർത്താവ് അതിലെ കൂടെ പോയി. ഇവൻ അലറി വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ. യേശു കർത്താവിനെ ഈ മനുഷ്യൻ ശബ്ദം ഉയർത്തി വിളിച്ചപ്പോൾ കൂടെ വന്ന ജനം പറഞ്ഞു, മതിയാക്കടാ, നീ എന്തിനാ ചുമ്മാ നടന്ന് വിളിക്കുന്നേ? ഹല്ലേലൂയ. വീണ്ടും അവൻ അധികം ഒച്ചയിൽ വിളിച്ചു. വിളിയുടെ ശബ്ദത്തിൽ യേശു കർത്താവ് എന്തെന്നറിയാമോ? നിന്നിട്ട് ചോദിച്ചു, കാഴ്ചയില്ലാത്തവൻ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അപ്പാ, എനിക്ക് കാഴ്ച വേണം. അപ്പ തൊട്ടു. പിന്നെ വന്നതുപോലെയാണ് പോയെ. സ്തുതിച്ചു പാടിടും സ്തുതി അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ. ഓട്ട് പാത്രത്തെ വലിച്ചെറിഞ്ഞ് എന്നെ എല്ലാ കാലവും ഇവിടെ കൊണ്ടുവന്ന് ഭിക്ഷയാചിക്കാൻ നിർത്തിയ ദേശത്തിൻ്റെ നടുവിൽ ഓട്ടുപാത്രത്തെ വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് വന്നതുപോലെയല്ല യേശുവിൻ്റെ അടുത്ത് തിരിച്ചു പോയത്. ഒരു നന്മ പ്രാപിച്ച ആളായി. ഇന്ന് ഇതിനകത്ത് വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ തിരിച്ചു പോകുന്നത് വന്നതുപോലെയല്ല, വിടുതലോടെ പോകും. നിങ്ങളുടെ കുടുംബ തലങ്ങൾക്കകത്ത് വ്യത്യസ്തമായ വിഷയത്തെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ആരാധനയ്ക്കകത്ത് വന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നുണ്ട്? അവിടെ അതിശയം നടക്കും. അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടാനിടയായി തീരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഒറ്റ നാമവുമില്ല. ഒരേ ഒരു നാമമാണ്. ഏത് നാമം? യേശു എന്ന നാമം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. എത്രയൊക്കെ മനസ്സിലായി? ഏത് മനുഷ്യനെ, ഏത് കള്ളനെയും, ഏത് കൊലപാതകയെയും, ഏത് മദ്യപാനെയും, ഏത് ലോക തോൽവിയെയും, ഏത് പാപിയെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം ഈ ദേശത്ത്
ദേശത്ത് വന്നിട്ടുണ്ട് നിന്നെ പ്രകാശിപ്പിക്കാൻ, നിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ, നിന്നെ ഒതുക്കിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടപ്പിക്കാൻ, അവൻ അകക്കണ്ണുകളെ തുറക്കാൻ, യേശു ആരെന്ന് കാണാൻ എൻ്റെ ദൈവം ഇന്ന് രാത്രി ഈ ദേശത്തിൽ വന്നിട്ടുണ്ട്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശമാണ് ആര്? യേശു. ഹല്ലേലൂയ. എല്ലാ പ്രകാശത്തിന്റെ കൂട്ടത്തുള്ള ഒരു പ്രകാശമല്ല. നോക്കിയേ, ഈ ലോകത്തെ ദേശത്തെ പ്രകാശിപ്പിക്കാനേ ഈ ട്യൂബിന് പറ്റത്തുള്ളൂ. പക്ഷേ എന്നെ പ്രകാശിപ്പിക്കണമെങ്കിൽ, എൻ്റെ അകത്തെ മനുഷ്യനെ പ്രകാശിപ്പിക്കണമെങ്കിൽ, എൻ്റെ പാപത്തിന്റെ കെട്ടിനെ ഉടയ്ക്കണമെങ്കിൽ ഈ സ്വർഗത്തിലെ പ്രകാശത്തിനേ പറ്റത്തുള്ളൂ. അല്ല, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന നീതി സൂര്യൻ യേശു മാത്രം. ഏക സത്യ വെളിച്ചം അത് യേശു മാത്രം. ഏത് ഉരുട്ട് കണ്ണനെയും തുറപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ വെളിച്ചം. ഏത് കല്ലറക്കകത്തിറങ്ങിയും പിടിച്ചുയർത്തുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ വെളിച്ചം. ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കെട്ടുപൊട്ടിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ വെളിച്ചമത്രേ. ആ വെളിച്ചം ഈ ദേശത്ത്, ആമേൻ, ഈ വെളിച്ചം ഈ ദേശത്ത് ചുറ്റും മിന്നുന്നുണ്ട്, ഇതിനകത്ത് നിറയുന്നുണ്ട്. ഏത് മനുഷ്യനെയും, ഏത് പാവി, അനേകർ പറയാറുണ്ട്, അയ്യോ എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഇനിയെങ്കിലും യേശുവിനായിട്ട് ജീവിക്കണം, എനിക്കൊരു നല്ല പൈതലായി ജീവിക്കണം, പാപത്തെ ജയിച്ച് ജീവിക്കണം എന്ന് അനേകർക്ക് ആഗ്രഹമുണ്ട്. സ്വത്രവ. എന്നാൽ ഈ രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിനക്കതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു എന്ന മാർഗം. ഹല്ലേലൂയ. ആമേൻ. യേശു എന്ന നാഥനിലൂടെ മാത്രമേ ഒരു വിടുതലുള്ളൂ. മറ്റൊരുവനും രക്ഷയില്ല. നിന്നെ പ്രകാശിപ്പിക്കാൻ, നിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, നിന്നെ തകർത്തൊതുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഉടയ്ക്കാൻ ഒരേ ഒരു വെളിച്ചത്തിനെ പറ്റത്തുള്ളൂ. അത് ഈ ലോകത്തിലെ ഒരു വെളിച്ചത്തിന്റെ കൂട്ടത്തിലുള്ള വെളിച്ചമല്ല, പിന്നെ നീതി സൂര്യനാകുന്ന യേശുവിന്റെ വെളിച്ചം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, വേദപുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടായി. നോക്കിയേ, ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന കർത്താവ് ആരാ? ഹല്ലേലൂയ. മറ്റൊരുവൻ രക്ഷയില്ല. എന്തുകൊണ്ട് രക്ഷയില്ലാത്ത? ആ കർത്താവ് മാത്രമാണ് ഏക കർത്താവ്. ഹല്ലേലൂയ. ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം, ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം. ആമേൻ, സ്തോത്രം. കരയെയും കടലിനെ ഉണ്ടാക്കിയ ദൈവം. ഞാൻ പറയട്ടെ, സകലത്തെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ വിളിച്ചു വരുത്തിയ ദൈവം, സകലത്തെ ഒരു വാക്കുകൊണ്ട് ഉരുവാക്കിയ ദൈവം. ഇന്ന് രാത്രി ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരാളുണ്ടെങ്കിൽ അതെന്റെ യേശു മാത്രമേ ഉള്ളൂ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി ആമെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ സ്നേഹിതരെ, അത് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. സകലത്തെയും ഉണ്ടാക്കിയ എൻ്റെ ദൈവം സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ആമേൻ പക്ഷികളെയും പറവകളെയും എല്ലാം ഉണ്ടാക്കി. ആകാശത്തെ ഗാലക്സി മുഴുവൻ ഉണ്ടാക്കി. സൂര്യനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് അവരോട് നിന്നോളണം. ചന്ദ്രനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞാൻ പറയും പോലെ നീ ചെയ്തോളണം. നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്തോളണം. എല്ലാത്തെയും എൻ്റെ ദൈവം ഉണ്ടാക്കി കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അന്ന് ഉണ്ടാക്കിയ അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ അപ്പൻ്റെ വാക്കിൻ പ്രകാരം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു കർട്ടൻ ഇടും പോലെ ആകാശത്തെ എൻ്റെ ദൈവം വിരിച്ചിരിക്കുകയാണ്. അന്നു മുതൽ ഇന്ന് വരെയും ആകാശം അങ്ങനെ നിൽക്കുന്നില്ലേ? കൊട നിവർത്തി പിടിക്കുന്നതിനേക്കാൾ അപ്പുറമായി ആകാശം വിടത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ സ്നേഹിതരെ? അർത്ഥം, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്. നേരത്തെ കേട്ടല്ലോ കർത്താവിൻ്റെ ദാസനിലൂടെ, കർത്താവിൻ്റെ ശബ്ദം ചിലതിനെ അതുപോലെ അത്ഭുതങ്ങളെ കൊണ്ടുവരിക്കും. ആകാശത്തെ വിരിച്ച ശബ്ദം, സൂര്യനെ ഉണ്ടാക്കിയ ശബ്ദം, ചന്ദ്രനെ ഉണ്ടാക്കിയ ശബ്ദം, ഗാലക്സിയിലെ സകലത്തെ സൃഷ്ടിച്ച ദൈവം. ആമേൻ, സ്തോത്രം. സകലത്തെ ഇന്ന് കാണുന്ന സകല ചരാചരങ്ങളെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം ഇന്ന് രാത്രി ഈ ദേശത്തോട് പറയുന്നു, സകലത്തെ ഉരുവാക്കിയ ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഞാൻ പ്രസംഗിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും തത്വത്തിൽ മുദ്രയും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാകുന്ന ഒരാളെ ഉള്ളൂ, ആ കർത്താവത്രേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ്. ഹല്ലേലൂയ. സകലത്തെയും ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയ ശേഷം എൻ്റെ കർത്താവ് എന്ത് ചെയ്തറിയാമോ? എല്ലാത്തിനും എന്ത് ചെയ്തു? വിളിച്ചു വരുത്തി. അടുത്ത് സ്തോത്രം, എൻ്റെ ദൈവം നോക്കി, മനുഷ്യനില്ല, അതുകൊണ്ട് എൻ്റെ ദൈവം
കയ്യിലെടുത്ത് അതിനൊന്ന് കുഴച്ചു. എന്തെടുത്തു? മണ്ണിനെ കുഴച്ചു. ഹല്ലേലൂയ. ഒരു രൂപം ഉണ്ടാക്കി. എന്തുണ്ടാക്കി? മണ്ണിനെ ബാക്കിയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് മനുഷ്യനെ മാത്രം ഉണ്ടാക്കുവാൻ എൻ്റെ ദൈവം മണ്ണിനെ കുഴച്ചു. ജീവശ്വാസം ഊതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി. ആമേൻ. ജീവന്റെ ശ്വാസം മനുഷ്യൻ ഊതി അപ്പോൾ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ആരുടെ രൂപത്തിൽ? യേശുവിൻ്റെ രൂപത്തിൽ എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചു. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഇരിക്കുന്ന രൂപം ആരുടേതെന്നറിയാമോ? നമ്മളുടെ രൂപം യേശുവിൻ്റെ രൂപമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നുണ്ട്? നമ്മുടെ രൂപം യേശുവിൻ്റെ രൂപമാണ്. നിങ്ങളെ ഒരുപക്ഷെ കളിയാക്കുന്നതായിരിക്കും അല്ലേ? കണ്ണങ്ങനെ ഇരിക്കുന്നു, മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു, പല്ലിങ്ങനെ ഇരിക്കുന്നു, ചുണ്ടിങ്ങനെ ഇരിക്കുന്നു, ശരിയല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയാം, കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മെ ഓരോരുത്തരെയും മെനഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ കരം കൊണ്ട് മെനഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മളെ. ആരുടെ രൂപത്തിൽ? യേശുവിൻ്റെ രൂപത്തിൽ. ആരെ പോലെ? കർത്താവിനെ പോലെ. ബാക്കി ഒന്നിനും ഹല്ലേലൂയ ആത്മാവിനെ കൊടുക്കാതെ നമുക്ക് മാത്രം എന്തിനു തന്നു? ആത്മാവിനെ തന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി? ഇവിടെ സ്വപ്ന കൺവെൻഷൻ നടക്കുന്നത് വിസിറ്റ് ചെയ്തപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഈ ഗ്രൗണ്ടിൽ വന്ന് കൺവെൻഷന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇതിലെ കൂടെ കർത്താവ് സൃഷ്ടിച്ച പട്ടിയും പക്ഷിയും പൂച്ചയും ഒക്കെ ഉണ്ട്, ദേശത്തൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഈ കസേരയിലൊന്നും വന്നിരിക്കുന്നില്ല. കാരണം എന്താ? അവർക്ക് എന്തില്ല? അവർക്ക് ആത്മാവില്ല. എന്നാൽ നമുക്ക് എന്തുണ്ട്? ആത്മാവിനെ തന്നിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പട്ടി നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു നോട്ടീസ് കണ്ടാൽ കീറി കളഞ്ഞിട്ട് അതങ്ങ് പോകൂല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ കാര്യം സാധിച്ചിട്ട് അതങ്ങ് പോകും. ദൈവത്തിന് സ്തോത്രം. കാക്കയോ മൃഗങ്ങളോ കണ്ടാലും അതിൻ്റെ കാര്യം അത് ചെയ്തിട്ട് അതങ്ങ് പോകൂലേ? ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ മാത്രം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ സ്നേഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, ഈ ദേശത്തെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ആ കർത്താവ് സകലത്തെയും സൃഷ്ടിച്ചു. സകലത്തെ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തി. മനുഷ്യനെ മാത്രം ആമേൻ എൻ്റെ കർത്താവ് മണ്ണുകൊണ്ട് ഉണ്ടാക്കി ജീവശ്വാസം ഊതി ഒരു മനുഷ്യൻ ജീവനുള്ള ദേഹിയാക്കി. ആദ്യ മനുഷ്യനാകുന്ന ആദമിനെ ദൈവം സൃഷ്ടിച്ചു. കേട്ടോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. ആദമിനെ എൻ്റെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ഹല്ലേലൂയ ജീവശ്വാസം ഊതി എൻ്റെ ദൈവം അവനെ ഹല്ലേലൂയ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ദൈവം നോക്കി, അവൻ്റെ കൂടെ സ്വത്രം ഒറ്റയ്ക്കേ ഉള്ളൂ. അവന് തക്കതായൊരു തുണയെ വേണം. അവനെ ഗാഠനിർത്തിനെ വരുത്തി അവൻ്റെ ഭാര്യയിൽ നിന്ന് ഊരിയെടുത്ത് സ്വത്രം ഹൗവ എന്ന മകളെ സൃഷ്ടിച്ചുല്ലേ? ഹല്ലേലൂയ. ഒറ്റ സ്വത്രം സ്റ്റിച്ചില്ലാതെ, ഒറ്റ മുറിവില്ലാതെ, ഒറ്റ സ്വത്രം ഒരു രീതിയിലും വേദന സംഭവിക്കാതെ ഭാര്യയെ ഊരിയെടുക്കാൻ കഴിവുള്ള ഒരാളെ തരാം, യേശു ക്രിസ്തു. ആമേൻ. അവൻ ഉറക്കമുണർന്നപ്പോൾ ഭാര്യയിൽ ഊരിയൻ്റെ പാടില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ കരമിറങ്ങിയ അത്ഭുതം സംഭവിക്കും. ഇന്നെൻ്റെ ദൈവത്തിൻ്റെ കരമിറങ്ങിയ ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ദേശത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എരി തീയിൽ അവൻ വീണ് കിടക്കും പോലെ നീ നീറുന്ന രോഗത്തോടെ, നീറുന്ന വിഷയത്തോടെ എൻ്റെ ശബ്ദം കേൾക്കുന്നതായിരിക്കാം. പക്ഷേ നിന്റെ മുറിവിനകത്തിറങ്ങി അവൻ സൗഖ്യമാക്കുന്ന ഒരു നാഥൻ ഇന്ന് രാത്രി ഈ ദേശത്തിന്റെ മേൽ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസം ഊതി ആമൻ അവൻ്റെ കൂടെ താമസിക്കുവാൻ തക്കതായൊരു തുണയായ ഹൗവയുമാക്കി എൻ്റെ ദൈവം സ്തോത്രം. രണ്ടുപേരും എവിടെ പാർപ്പിച്ചു? ഏദൻ തോട്ടത്തിനകത്ത് പാർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എത്ര സന്തോഷം! ദൈവവും ആദവും ഹൗവയും തമ്മിലുള്ള ജീവിതം. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആഹാ, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആഹാ, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ ഭയങ്കര ആനന്ദം, ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനമോ. അങ്ങനെ ആദമും ഹൗവയും ഏദൻ തോട്ടത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ, ദൈവ കൃപയ്ക്കകത്ത് രണ്ടുപേരും ആയിരിക്കുമ്പോൾ സ്വത്രം കർത്താവിന്റെ കൂടെ നടക്കുകയാണ്. കർത്താവ് എണീക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കും, കർത്താവ് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കർത്താവ് നടക്കാൻ പറഞ്ഞാൽ നടക്കും, കർത്താവ് ചേർത്ത് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യും. ദൈവത്തിന് സ്വത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരുത്തൻ വന്ന് കയറി. അവന്റെ പേരാണ് സാത്താൻ. ഹല്ലേലൂയ. കുടുംബത്തെ തകർക്കുന്ന സാത്താനുണ്ട്, സ്വസ്ഥതയെ തകർക്കുന്ന സാത്താനുണ്ട്. ആമേൻ. പ്രാർത്ഥനയെ തകർക്കുന്ന ആമേൻ. സാത്താനെ കാണാൻ പറ്റുമോ? സാത്താന് ശരീരമുണ്ടോ? സാത്താനെ സ്വത്രം ശരീരമുണ്ടോ? മനുഷ്യനുള്ള പോലെ ശരീരമുണ്ടോ സാത്താന്? ഹല്ലേലൂയ. അവൻ പല രീതിയിൽ മനുഷ്യനകത്ത് കയറി ഇരിക്കൂലേ? ഹല്ലേലൂയ. മനുഷ്യന്റെ അകത്ത് ദുഷ്ടൻ കടക്കുമ്പോഴാണ് അപ്പനെ വെട്ടിക്കൊന്നു മക്കൾ. കേൾക്കുന്നില്ലേ? ഹല്ലേലൂയ. ആ ദുഷ്ടൻ ഇറങ്ങി പോകണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിലും അതിനുള്ള മരുന്നില്ല.
സ്വത്രം. അപ്പനെ മകൻ വെട്ടിക്കൊല്ലുന്നു, മക്കളെ അപ്പനമ്മമാർ വെട്ടിക്കൊല്ലുന്നു. കാരണം എന്താ? അവർ സുബോധത്തോടല്ല ചെയ്യുന്നത്. ആമേൻ. സുബോധത്തെ കെടുത്തുന്ന ഒരു ആത്മാവുണ്ട്. ഓ ജീസസ്, അത് മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന ആത്മാവാണ്. ആ ആത്മാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്താൽ സൗഖ്യമാകത്തില്ല. ഈ ആത്മാവ് പോകണമെങ്കിൽ ഒറ്റ നാമത്തിന്റെ മുൻപിലേ പോകൂ. അത് ഏത് നാമം? യേശുവിന്റെ നാമം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഒരിക്കൽ ഗദരദേശത്ത് യേശു ക്രിസ്തു പോവുകയാണ്. അവന്റെ അകത്ത് 6000 ഭൂതം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, പിന്നെ എത്ര? 6000 ഭൂതം. അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, ജീവിതം തകർന്നത്. ആർക്കോപ്പോൾ ആലോചന വിളിച്ചു പറയുകയാണ്. ഈ ശബ്ദം ശ്രദ്ധിച്ച് ഭവന തലങ്ങൾക്കകത്ത് പുറത്തു പറയാൻ കഴിയാതെ അവൻ വ്യത്യസ്തമായ വിഷയത്തിൽ നീ തകർന്ന അകത്തലങ്ങളിൽ സ്വത്രം മൂടി അടയ്ക്കപ്പെട്ട വ്യക്തിയെ പോലെ, ചങ്ങലക്കകത്തിട്ട വ്യക്തിയെ പോലെ പുറത്തിറങ്ങി തല നിവർത്തുവാൻ കഴിയാതെ ശത്രു നിന്നെ ബന്ധിച്ച് ആമെ വെല്ലുവിളി ചോദിക്കിയ ചില വ്യക്തികളെ ദേശത്തിനകത്ത് സ്വർഗമിറങ്ങി ലഗ്യോന്റെ ബാധ അഴിച്ചവൻ ഈ ദേശത്തിനകത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ ചില ഭവനങ്ങൾക്കകത്ത് സ്വർഗം ഇറങ്ങി ചിലരുടെ കെട്ടുകളെ പൊട്ടിച്ച് സുബോധമുള്ളവരാക്കി മാറ്റുക യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇപ്പുറത്ത് ഇക്കരെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അക്കരെ ഇതാ സ്വത്രം ഒരുത്തൻ ആത്മഹത്യക്ക് വേണ്ടി ഓടുന്നു. സ്നേഹിത, ആത്മഹത്യ ചെയ്യിക്കുന്നത് മനുഷ്യനല്ല, ദുഷ്ടനാണ്. നിന്നെ ജീവിക്കാൻ വിടാത്തത്, സുബോധത്തെ കെടുത്തുന്നത് ആമേ സ്വത്രം മനുഷ്യനല്ല, ഇത് ദുഷ്ടാത്മാവാണ്. നീ അറിയാതെ നിന്റെ നന്മകളെ നടുവിൽ അവൻ സ്വസ്ഥതയില്ലാതെ നിന്നെ ആത്മഹത്യയിലേക്ക് ട്രെയിനിന്റെ അടിയിൽ തലവയ്ക്കാം. സ്വത്രം ഒരു മുഴം കയറുണ്ടെങ്കിൽ അതെടുത്ത് തൂങ്ങാം. അത് സ്വത്രം കുറച്ച് ഗുളിക വാങ്ങി കഴിച്ച് ആത്മഹത്യ ചെയ്യാം. ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന് നീ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ ശബ്ദം കേട്ട് നീ മുറ്റത്തിറങ്ങി നിന്ന് ഈ ശബ്ദം കേൾക്കുകയാണ്. എന്തോന്നാണ് ശബ്ദം കേൾക്കുന്നത്? അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നീ പല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉണ്ട്. പക്ഷേ നിന്റെ ആത്മഹത്യ ചെയ്യിക്കുന്നത് പിശാചാണ്. യേശുവിന്റെ നാമം നിന്റെ മേൽ ഇറങ്ങിയാൽ ആ ബന്ധനം ഇന്ന് രാത്രി അഴിയും. ജീസസ്. കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ചേ, കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ചേ. ഈ ദേശത്ത് കർത്താവ് വിടുതൽ അയക്കുന്നു, വിടുതൽ അയക്കുന്നു, വിടുതൽ അയക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ശബ്ദ പരിധിക്കുള്ളിൽ ദേശങ്ങളുടെ നടുവിൽ വിടുതൽ സ്വർഗം അയച്ചോണ്ടിരിക്കുക, സ്വർഗം അയച്ചോണ്ടിരിക്കുക. ചില കുടുംബങ്ങൾക്കകത്ത് വിടുതൽ അയച്ചോണ്ടിരിക്കുക. യേശു ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ചാൽ അത് തടുക്കുന്നവൻ ആർ? ദൈവം കരം നീട്ടിയാൽ അത് മടക്കുന്നവൻ ആർ? ഹല്ലേലൂയ. ഇക്കരെ കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കരെ ഒരുത്തൻ ആത്മഹത്യ ചെയ്ത് മരിക്കാനായിട്ട് കാത്തു കിടക്കുകയാണ്, ഓടുകയാണ്. അവൻ ഓടുകയാണ് സ്വത്രം ചാടി മരിക്കാൻ, ഓടാൻ വേണ്ടി ആ സ്വത്രം വീടാറായപ്പോൾ സ്വർഗത്തിൽ ദൈവം ഇക്കരെ നിന്ന് ശുശ്രൂഷയുടെ നടുവിൽ നിന്ന് സ്വത്രം ബോട്ടിൽ വള്ളത്തിൽ കയറി, ആ പടകിൽ കയറി അക്കരെ കർത്താവ് എത്തി. യേശു ശിഷ്യന്മാരും കൂടെ ആ പടകിൽ സഞ്ചരിക്കുമ്പോഴാണ് പടക് എന്ത് ചെയ്തത്? ആടി ഉലഞ്ഞത്, തിരമാലകൾ കൊണ്ട് നിറഞ്ഞത്. സ്വത്രം ഭയങ്കര പ്രശ്നമുണ്ടായ പടക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശു കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പടക്, അതെ സ്വത്രം പ്രശ്നമുണ്ടായി. യേശു അപ്പുറത്തെത്തിയ 6000 ഭൂതമുള്ളവന്റെ ആത്മഹത്യ മാറും. ഓ ജീസസ്, ഹല്ലേലൂയ. പടക് നന്നായിട്ട് ഉലഞ്ഞു. നീ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചില സമയത്ത് നിന്റെ കുടുംബത്തിനകത്ത് ചില പടക ഉലയും പോലെ ഉലയും. പേടിക്കരുത്, പേടിക്കരുത്. ഉറച്ചു നിന്നാൽ അത്ഭുതം നീ കാണും, ഉറച്ചു നിന്നാൽ വിടുതൽ നീ കാണും, ഉറച്ചു നിന്നാൽ അതിശയം നീ കാണും, ഉറച്ചു നിന്നാൽ അടയാളം നീ കാണും. നീ ഭയപ്പെടേണ്ട, ഉറച്ചു നില്ല ക്രിസ്തുവിൽ. അത്ഭുതം ദൈവം നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അക്കരെ യേശു ക്രിസ്തു ഗദരദേശത്ത് കാൽ ചവിട്ടി 6000 ഭൂതമുള്ളവർ ഓടി വരികയാണ്. ഓ സ്തോത്രം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അയ്യോ ഞങ്ങളെ ദണ്ഡിപ്പിക്കുക, എന്നെന്നല്ല ഞങ്ങളെ ദണ്ഡിപ്പിക്കുക. എന്തുകൊണ്ട്? 6000 എണ്ണം ഒരുമിച്ച് നിൽക്കുക. അല്ലെങ്കിൽ സ്തോത്രം. വസ്ത്രമില്ല. നോക്കുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ എന്തില്ല? ഒന്ന്, സുബോധമില്ല അവന്, വസ്ത്രമില്ല അവന്, പിന്നെ എത്ര ചങ്ങലയിട്ടാലും പൊട്ടിക്കുന്ന ആരോഗ്യമുണ്ട്. അവന്റെ പാർപ്പ് കല്ലറയിലാണ്, അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ തിരിച്ചറിയും. യേശുവിന്റെ മുന്നിൽ കീഴടങ്ങിയവൻ അവൻ പറഞ്ഞു, കർത്താവേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ. ഓ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു ലഗ്യോൻ എന്ന് പറഞ്ഞ 6000 ഭൂതമുള്ളവൻ. 6000 ഭൂതത്തെ എൻ്റെ കർത്താവ് നോയിക്കൊണ്ട് നിൽക്കുകയാണ്. 6000 ഭൂതം അവൻ്റെ അകത്ത് ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പൈതലെ വ്യത്യസ്തമായ വിഷയത്തോട് കുടുംബ തലങ്ങൾക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല, ദുർഭൂതങ്ങളാണ്. ഇത് മാറണമെങ്കിൽ നിന്റെ വീട്ടിനകത്ത് യേശു വന്നാൽ, യേശു വന്നാൽ, യേശു നിന്റെ വീട്ടിനകത്ത് വന്നാൽ, യേശു നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് വന്നാൽ, യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ ഇത് ഉട്ടൻ ഇറങ്ങി ഓടും. ഓ യേശു നിന്റെ അകത്ത് വന്നാൽ ജീവിതം മാറും, സ്വഭാവം മാറും, സ്വസ്ഥത ഭവനത്തിനകത്ത് വരും. യേശു വന്നാൽ ആനന്ദമുണ്ട്, സമാധാനമുണ്ട്, ഈ ദുഃഖം നീങ്ങി പോകും. ഹല്ലേലൂയ.
യേശു നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ഒരാളുടെ അകത്ത് വന്നാൽ അയാൾക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. ആമേൻ. 6000 ഭൂതം പിടിച്ചവർ പറഞ്ഞു, കർത്താവേ സ്വത്രം, ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നു, അങ്ങനെയാണെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടാൻ പറഞ്ഞു. 6000 ഭൂതത്തെ 2000 പന്നികളുടെ മേൽ അങ്ങ് വിട്ടു. എങ്ങനെ ഇരിക്കും നോക്കി? 6000 ഭൂതത്തെ 2000 പന്നികളുടെ മേൽ അങ്ങ് വിട്ടു. കണ്ടോ? ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ. അത് കഴിഞ്ഞപ്പോൾ ഇവൻ സുബോധം വന്നു. ആർക്ക്? ലഗ്യോന്. അവൻ വസ്ത്രം ധരിച്ചു. അവൻ്റെ ദേഷ്യം പോയി, അവൻ്റെ ചീത്തവിളി പോയി. ഇതിൻ്റെ പിന്നിലുണ്ട് ദുർഭൂതം. അവൻ്റെ ചീത്തവിളി പോയി, അവൻ്റെ മദ്യം പോയി, അവൻ്റെ ലഹരി പോയി, അവൻ്റെ പാപം പോയി. കാരണം അവൻ പോലും അറിയാതെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന പാപ പിശാചിനെ സ്വർഗം തകർത്തപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു, അവന് സുബോധം വന്നു. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ ഭവനത്തിനകത്ത് വ്യത്യസ്തമായ വിഷയങ്ങളിൽ നീ തകർന്നിരിക്കുന്നെങ്കിൽ ആമേൻ, യേശു വന്നാൽ ഇന്ന് രാത്രി നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ സകലത്തെ ആകാശത്തെയും പക്ഷിയെയും മൃഗങ്ങളെയും സകലത്തെ എൻ്റെ ദൈവം ഒറ്റ വാക്കിൽ വിളിച്ചു വരുത്തിയ ശേഷം എൻ്റെ ദൈവം സ്വത്രം മനുഷ്യന് മാത്രം കൈകൊണ്ടുണ്ടാക്കി ജീവശ്വാസം ഊതി തക്ക തുണയാളിയെ കൊടുത്തു. വിവാഹ ശുശ്രൂഷ ദൈവം ചെയ്തു. ആരാ വിവാഹ ശുശ്രൂഷ നടത്തിയേ? ആരാ വന്ന് വിവാഹ ശുശ്രൂഷ നടത്തിയേ? സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ താലി എടുത്തു കൊടുക്കാൻ ആരെങ്കിലും കയറുണ്ടായിരുന്നു അവിടെ? എടുത്തു കൊടുക്കാൻ ഇല്ല. കർത്താവ് താലി ഒന്നും പ്രാർത്ഥിച്ചൊന്നും കൊടുത്തില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് രണ്ടുപേരെ ചേർത്ത് വിട്ടു. ആമേൻ. കർത്താവാണ് ആദ്യത്തെ വിവാഹം നടത്തി കൊടുത്തത്. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. എന്നിട്ട് നീ ഒരു മതമായിക്കോന്ന് കർത്താവ് പറഞ്ഞോ? ഈ ജാതി മതവും വ്യവസ്ഥയൊക്കെ വന്ന ആരാ? എങ്ങനെയാ സഹോദരങ്ങളെ? എൻ്റെ ദൈവം ജാതി വെച്ചിട്ടില്ല, മതം വെച്ചിട്ടില്ല, വ്യവസ്ഥ വെച്ചിട്ടില്ല. കർത്താവ് യേശു എന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. യേശു കർത്താവ് ഈ മുഴു ലോകത്തിൽ നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും മാത്രമേ വ്യത്യാസം വെച്ചിട്ടുള്ളൂ. അല്ലാതെ സ്വത്രം ജാതി വ്യത്യാസം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വത്രം, രണ്ട് ഏദൻ തോട്ടത്തിനകത്ത് ആദമിനെ ഹൗവയെയും പാർപ്പിച്ചു. തക്കതായ തുണയാളിയും ഭർത്താവും താമസിക്കുമ്പോൾ അവിടെ ഇതാ ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഇതാ ദുഷ്ടൻ സാത്താൻ അവിടെ തകർത്ത് കളയാൻ വന്നു. അന്നു മുതൽ അവരുടെ ജീവിതത്തിനകത്ത് പാപമുണ്ടായി. അല്ലെങ്കിൽ ഈ പാപത്തെ സ്വത്രം തകർക്കാൻ നസ്രായനാകുന്ന യേശു ഇറങ്ങി വന്നു. ആമേൻ. ആദമിൽ മരിച്ച സകല വ്യക്തികളെയും ക്രിസ്തുവിൽ ജീവിപ്പാൻ, എത്ര മനസ്സിലായി? ആദമിൽ മരിച്ച സകല വ്യക്തികളെയും ക്രിസ്തുവിൽ ജീവിപ്പിക്കാൻ യേശു ക്രിസ്തു ഇറങ്ങി വന്നു. ആ യേശു ഇന്നും ഈ ദേശത്തും ജീവൻ തരുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തു അത്രേ. സ്വർഗത്തിൽ അമ്മയില്ലാതെ ജനിച്ച ഒരാളുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു അത്രേ. ഭൂമിയിൽ അപ്പനില്ലാതെ ജനിച്ച ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയാം നസ്രായനാകുന്ന യേശു ക്രിസ്തു അത്രേ. പാപമില്ലാതെ ജനിച്ച ഒരാളുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു അത്രേ. ആത്മാവിൽ ജനിച്ച ഒരാളുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു അത്രേ. തീർന്നില്ല. ഞാൻ വീണ്ടും വരുമെന്ന്, മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകുമ്പോൾ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് മരിച്ച കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീൻ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശു, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗ്ഗത്തിലേക്ക് കയറി പോകുമ്പോൾ ആമേൻ, സ്തോത്രം, ജനത്തോട് പറഞ്ഞു, മക്കളെ, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഇന്ന് വരെ മരിച്ച ലോക പ്രശസ്തരായവരും സാധുക്കളും ധനവാന്മാരും, ആമേൻ, സ്തോത്രം, സകലരും മരിച്ചു. ഈ ഭൂമിയിൽ അനേകർ മരിച്ചു, മൺമറഞ്ഞു. ഇന്ന് ആരും മരിച്ചപ്പോൾ പറഞ്ഞില്ല ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് പോയവരാരുമില്ല. ഒരാളെ പറഞ്ഞിട്ട് പോയുള്ളൂ. ഇതാരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു സത്യദൈവം, വിശുദ്ധൻ, സാറാപ്പുകൾ ആരാധിക്കും പരിശുദ്ധൻ, പാപമില്ലാതെ ജനിച്ചവൻ, മറിയയുടെ ഉദരത്തിൽ പാപമില്ലാതെ ആത്മാവിനാൽ ജനിച്ച ഒരാളുണ്ടെങ്കിൽ അതത്ര യേശു ക്രിസ്തു. ആ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടുവെങ്കിലും 3-ാം നാൾ സ്വത്രം ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച്, ഹേ മരണമെന്നതിന് ജയവിടെ, ഹേ മരണമെന്നതിന് വിഷമുള്ളവിടെ, മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു. യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മറ്റൊരിടത്തും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ആ യേശുവാണ് യോഹന്നാൻ 1:9 പറഞ്ഞത്. ഒന്നുകൂടെ വായിച്ചേ. ഏത് മനുഷ്യനെയും വായിച്ചേ.
ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചതാരാ? ഏത് പാവിയെയും, ഏത് കൊലയാളിയെ, ഏത് കുറവുള്ള ആളിനെ, എത്ര അശുദ്ധി നിറഞ്ഞ ആളിനെ വിശുദ്ധനാക്കുന്ന ഒരാളെ ഉള്ളൂ, അത് യേശുവാണ്. യേശുവിന്റെ രക്തത്തിന് മാത്രമേ ഒരു പാവിയെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളൂ. സ്നേഹിതരെ, നമ്മൾ എത്ര നേർച്ച കാഴ്ച വഴിപാട് ചെയ്താലും എൻ്റെ ദൈവം പറയും, യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നു. 64-ന്റെ തെറ്റിപ്പോയി. 64-ന്റെ 6-ാം വാക്യം വായിച്ചേ. 64-ന്റെ 6. യെശയ്യാ 64:6. ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. മനുഷ്യരെല്ലാവരും അശുദ്ധരാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. നന്മ ചെയ്യുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. റോമർക്ക് ലേഖനം 3-ാം അധ്യായത്തിനകത്തുണ്ട്, എല്ലാവരും കൊള്ളരുതാത്തനായി തീർന്നു. എന്നാൽ ഇവിടെ പറയുന്നു, യെശയ്യാ 64:6 പറയുന്നു, എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. അടുത്ത് ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും, കേട്ടോ, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപിരണ്ട തുണി പോലെ. കേട്ടോ, നമ്മൾ വിചാരിക്കും ഒരു 10 പേർക്ക് സാധുക്കളെ സഹായിച്ചത് നല്ലതാണ്. ആമേൻ. 500 പേർക്ക് ആഹാരം സാധുക്കൾക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. 10,000 ഭവനം വെച്ചു കൊടുത്താൽ നല്ല കാര്യമാണ് സ്നേഹിതരെ. പക്ഷെ ഇത് ചെയ്തെന്ന് പറഞ്ഞ് പാപം പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എന്ത് നേർച്ച കാഴ്ച വഴിപാട് നടത്തിയെന്ന് പറഞ്ഞാലും പാപം പോകത്തില്ല. പാപം പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിന്റെ രക്തം. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? യേശുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപത്തെ കഴുകാനുള്ള കഴിവുള്ളൂ. വേറെ ഒന്നിനും ഈ ലോകത്ത് എത്ര വെള്ളം കൊണ്ട് കഴുകിയാലും എൻ്റെ നിങ്ങളുടെ പുറം കഴുകാം, ഡ്രസ്സ് കഴുകാം, അല്ലേ? സ്തോത്രം. എന്നാൽ നമ്മുടെ അകത്തുള്ള പാപത്തെ കഴുകണമെങ്കിൽ ഈ ലോകത്തുള്ള ഒരു സോപ്പ് കൊണ്ടും പറ്റത്തില്ല. ഈ പാപത്തെ കഴുകാൻ ഡോക്ടറെ അടുത്ത് പോയാൽ പാപം കഴുകാനുള്ള മരുന്ന് എഴുതി തരണമേ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും, നിങ്ങൾക്ക് എന്തോ കുഴപ്പം പറ്റി ഇവിടെ വരാൻ, പാപം കഴുകാനുള്ള മരുന്നോ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കുന്നു. അവരൊരു പക്ഷേ ചിലപ്പോൾ പറയുന്നു വരും. സ്തോത്രം. എന്നാൽ പാപം കഴുകാൻ പറ്റുന്ന ഒറ്റ രക്തമേ ഉള്ളൂ, യേശുവിന്റെ രക്തം മാത്രം. എൻ്റെ പാപം കഴുകാൻ യേശുവിന്റെ രക്തം മാത്രം. എന്നെ ശുദ്ധനാക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. ഹാവില ഏറിയ ശുദ്ധമാക്കുന്നതി വേറെ അറിയുന്നില്ല, യേശുവിന്റെ രക്തം മാത്രം. എൻ്റെ യേശുവിന്റെ രക്തം മാത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ വെളിച്ചമാകുന്ന യേശുവിന്റെ രക്തം നമ്മുടെ പാപത്തെ പോക്കും. എത്ര കൊലയാളികളുടെ പാപത്തെയും, എത്ര നീചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത മനുഷ്യന്റെ പാപത്തെയും യേശു ക്ഷമിക്കും. സ്നേഹിത, 2000 വർഷം മുമ്പ് താങ്കൾക്ക് വേണ്ടിയാണ് യേശു ഇറങ്ങി വന്നത്. താങ്കളെ സ്നേഹിക്കുന്ന ഒരു നാഥനുണ്ട്, അത് യേശു അത്രേ പേര്. ആ നാഥന്റെ പേര് യേശു അത്രേ. നിങ്ങൾ പറയും, എൻ്റെ ഭർത്താവ് എന്നെ ഒത്തിരി സ്നേഹിച്ചു, എൻ്റെ ഭാര്യ എന്നെ ഒത്തിരി സ്നേഹിച്ചു, എൻ്റെ മക്കൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഒത്തിരി ഇഷ്ടമുണ്ട്. ഞാൻ സത്യസന്ധമായൊരു കാര്യം പറയാം. ഹല്ലേലൂയ. അതെല്ലാം വാക്കിൽ മാത്രമേ ഉള്ളൂ, കുറച്ച് സ്നേഹമേ ഉള്ളൂ കേട്ടോ. പക്ഷെ മുഴുവൻ സ്നേഹമുള്ളത്, അതിരുകളില്ലാത്ത, പരിധിയില്ലാത്ത സ്നേഹം നമ്മളോടുള്ളത് മനുഷ്യർക്കല്ല, ദൈവത്തിനത്രേ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. യാതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതന് നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും, ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി കരുതിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകൾ
അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. സ്നേഹിതരെ, നിന്റെ ഭർത്താവ് സ്നേഹിക്കുന്ന ഒരു പരിധി വരെ ഉള്ളൂ കേട്ടോ. ഭാര്യ നിന്നെ എത്ര സ്നേഹിക്കുന്നത് ഒരു പരിധി വരെ ഉള്ളൂ. മക്കളുടെ സ്നേഹം കുറച്ചേ ഉള്ളൂ. ഇവരുടെ അപ്പൻ ഭാര്യയും ഭർത്താവിൻ്റെ സ്നേഹം പോലെ ഒരു മക്കൾക്കില്ല. ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ കുടുംബമാകും, അവരുടെ സ്നേഹം ആ കുടുംബത്തോടാകും, തലമുറകളോടാകും. പക്ഷേ ഏത് സാഹചര്യത്തിലും, ഏത് രാത്രിയും, ഏത് പകലും, ഏത് പ്രായത്തിലും, ആരുമില്ലാത്തപ്പോഴും, ഏകനായി ഒന്ന് തോന്നുമ്പോഴും നമ്മുടെ അടുത്ത് വന്ന് സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി ചങ്കിനോടു ചേർത്തു വച്ചവനെ, മുൻപേ നടന്ന് അൻപാൽ നിറച്ച് ഉള്ളങ്കൈയിൽ എന്നെ താങ്ങിയോനേ, എന്റെ നെഞ്ചിനിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണനും പ്രേമവും യേശു. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, ഡാഡി മാത്രം. ഹല്ലേലൂയ. നമ്മളോട് എല്ലാവരും പറയില്ല, എന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയത്തില്ലേ? പറയും, വെറുതെ. ഹല്ലേലൂയ. ഒത്തിരി ഇഷ്ടമുള്ളത് യേശുവിന് മാത്രമാണ്. കാരണം എന്താ? ഹല്ലേലൂയ. യേശുപ്പച്ചൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വഴി മാറിയില്ല. യേശുപ്പച്ചൻ പറഞ്ഞു, മക്കളെ, കർത്താവ് പറഞ്ഞു, മക്കളെ, നിന്നോട് എനിക്കുള്ള ഇഷ്ടം ഹല്ലേലൂയ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ നേടാൻ വേണ്ടി, ഭാവിയായി നിനക്ക് വേണ്ടി ഞാൻ മരിച്ച് നിന്നെ നേടാൻ പോകുകയാണ്. അല്ലെങ്കിൽ എന്നെ നേടുന്നതിന് ദൈവം കൊടുത്ത വില യേശുവിൻ്റെ ക്രൂശ് മരണമായിരുന്നു. യേശു മരിച്ച് എന്നെ നേടി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്തിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ദേശനിവാസികള്, നിന്നെ ആര് കൈവിട്ടാലും, ആര് വെറുത്താലും, ആര് തള്ളി പറഞ്ഞാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് യേശു അത്രേ. നീ ജനിക്കും മുമ്പേ നിനക്ക് വേണ്ടി മരിച്ച ഒരാളെ ഉള്ളൂ. അപ്പൻ മരിക്കാത്ത സ്ഥാനത്ത്, അമ്മ മരിക്കാത്ത സ്ഥാനത്ത്, പ്രിയപ്പെട്ടവർ മരിക്കാത്ത സ്ഥാനത്ത്, മക്കൾ മരിക്കാത്ത സ്ഥാനത്ത്, സകലരും കൈവെട്ടിയ സ്ഥാനത്ത് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരാളെ ഉള്ളൂ. അവന്റെ പേരത്രേ യേശു ക്രിസ്തു. പാപത്തിൽ ജനിക്കാത്ത, പാപത്തിൽ ജീവിക്കാത്ത, പാപത്തിൽ വസിക്കാത്ത, പാപത്തിൽ മരിക്കാത്ത, അവൻ പാപമില്ലാതെ ജീവിച്ച ഒരു വിശുദ്ധനെ ഉള്ളൂ. ആ വിശുദ്ധന്റെ പേരത്രേ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പറയുന്നു, ഭാവിയായ വ്യക്തിയെ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആമേൻ. അത് നിത്യമായ സ്നേഹമാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു, അമ്മയേടും സ്നേഹത്തേക്കാ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാ, അമ്മയേടും സ്നേഹത്തേക്കാ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയാക്കി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയാക്കി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നിത്യമായിട്ട് സ്നേഹിച്ച ഒരു സ്നേഹിതനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ. സ്നേഹിതരെ, നിങ്ങൾ ഈ ലോകത്ത് ആരൊക്കെ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, യേശു സ്നേഹിച്ചതുപോലെ ആർക്കും സ്നേഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പരിധി വരെ ചിലരൊക്കെ നമ്മുടെ സമ്പത്തിന് വേണ്ടി സ്നേഹിക്കും. നമ്മളിലുള്ള തീരുമ്പോൾ അവർ നമ്മളെ വേസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്താക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഏതവസ്ഥയിലും, ഏത് സാഹചര്യത്തിലും അടുത്ത് വന്ന് ആമെ ചുംബിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ, ഒരു സ്നേഹിതനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ. നമുക്ക് ചോദിക്കാം, യേശുപ്പാ, എന്നെ ഇത്രമാത്രം അങ്ങ് സ്നേഹിപ്പാൻ എന്നിൽ എന്ത് കണ്ടുവപ്പാന്ന് ചോദിച്ചാൽ കർത്താവ്, മക്കളെ, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു, എനിക്കുള്ളതെല്ലാം മുഴുവനും കൊടുത്തപ്പോഴാണ് നിന്നെ എനിക്ക് കിട്ടിയത്. ആ നിന്നെ ഞാൻ കളയുമോ? കളയത്തില്ല. ആ കർത്താവ് ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ദേശനിവാസികളോട് കർത്താവ് പറയുന്നു, ഏത് മനുഷ്യരെയും, ഏത് പാവിയെയും, ഏത് ലോക തോൽവിയെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു ഈ ദേശത്തിൽ
വന്നിട്ടുണ്ട്, ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഭവനത്തിനകത്ത് ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്നെ പ്രകാശിപ്പിക്കുന്ന യേശു ക്രിസ്തു ഈ ദേശത്ത് നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ യെശയ്യാ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. 9:2 9-ാം അധ്യായം 2-ാം വാക്യം. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. മതി. ഹല്ലേലൂയ. ഏത് ഇരുട്ടിനകത്തും എൻ്റെ അപ്പൻ ഇറങ്ങി വന്നാൽ വീട് പ്രകാശിക്കും. നിന്റെ വീട്ടിനകത്ത് യേശു വന്നാൽ നിന്റെ വീട് പ്രകാശിക്കും. നിന്റെ ഹൃദയത്തിനകത്ത് യേശു വന്നാൽ നിന്റെ ഹൃദയം പ്രകാശിക്കും. പാപശക്തികൾ വഴിമാറും. ദുഷ്ടന്റെ മണ്ഡലങ്ങൾ അഴിമാറും. തലമുറകൾക്കകത്ത് യേശു വന്നാൽ മദ്യം നിർത്തും. ആമേൻ. പാപ വഴി ഉപേക്ഷിക്കും. എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര സഹോദരി, താങ്കൾ എത്രയോ കാലം കൊണ്ട് രക്ഷപ്പെടാൻ ചിന്തിക്കുന്നു, പറ്റുന്നില്ലല്ലേ? ഒരേ ഒരു വഴി, യേശു മാത്രം. പാപത്തെ പോക്കുവാൻ ഒരു രക്തത്തിനെ കഴിവുള്ളൂ, യേശുവിന്റെ രക്തത്തിന്. താങ്കൾ എത്ര വലിയ പാപം ചെയ്താലും സ്തോത്രം, പാപത്തെ കഴുകുവാൻ രക്തത്തിന് മാത്രമേ കഴിവുള്ളൂ. താങ്കൾ വിചാരിക്കും ഒരുപക്ഷെ കുറെ എന്റെ വസ്തുവകകൾ വിറ്റ് സാധുക്കളെ സഹായിച്ചാൽ എനിക്ക് പാപത്തെ പോകും, എന്റെ പാപം തീരും എന്ന് ചിന്തിക്കും. ഹല്ലേലൂയ. നല്ല കാര്യമാണ് താങ്കൾ ചെയ്യുന്നത്. പക്ഷെ സ്വർഗത്തിൽ പോകാനോ പാപം പോക്കാനോ ഇത് പറ്റത്തില്ല. നിങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ എന്ന് യെശയ്യാവിൽ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഈ കറ പുരണ്ട തുണി പോലെയുള്ള ജീവിതത്തിന്റെ പാപത്തിന്റെ പ്രവർത്തികളെ മാറ്റുവാൻ ഒരുവൻ ഇറങ്ങി വന്നു. അതത്രേ സത്യ വെളിച്ചമാകുന്ന യേശു. ഇന്ന് രാത്രി ഈ ദേശത്തും ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് പാപശക്തികളെ ഉടക്കുവാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നത്രേ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം 19-ാം വാക്യം വായിച്ചേ. യേശു പിന്നെയും അവനോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു എന്താ പറഞ്ഞേ? മക്കൾ, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. നിന്റെ വീട്ടിനകത്ത് വെളിച്ചമാകുന്ന ഞാൻ വന്ന അത്ഭുതം നടക്കും. കാനാവിലെ കല്യാണത്തിന് യേശു പോയി, അവിടെ അത്ഭുതം നടന്നു. യേശുവിനെ ക്ഷണിച്ചാൽ വീട്ടിൽ വരും. എൻ്റെ വീട്ടിനകത്ത് യേശു വന്നാൽ വീട്ടിനകത്തുള്ള ഇരുട്ട് നീങ്ങും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് യേശു വന്നാൽ കുടുംബത്തിനകത്തുള്ള ഇരുട്ട് നീങ്ങും. 4 വിരൽ നീരമുള്ള ആയുസ് സന്തോഷത്തോടെ ആനന്ദത്തോടെ പോകേണ്ട സ്ഥാനത്ത് ഇന്ന് മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ വേണോ ഇരുട്ടിൽ കഴിയുകയാണോ സ്നേഹിതരെ? ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു, ജീവിക്കുന്ന യേശു നിന്റെ വീട്ടിനകത്ത് വന്നാൽ ഇതുപോലൊരു സമാധാനം വേറെ ഒന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന് മാത്രമേ സമാധാനം തരാൻ കഴിവുള്ളൂ. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 60-ന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്ന ചന്ദ്രനുമല്ല. അടുത്ത വരി, യഹോവ നിനക്ക് നിത്യപ്രകാശം. അടുത്ത്, നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. മതി. ഹല്ലേലൂയ. ഏതിരുട്ടത്തും നിന്നെ പ്രകാശിപ്പിക്കാൻ യേശു നിന്റെ ഭവനത്തിനകത്ത് നിന്റെ കൂടെ. ഇന്ന് ആരാധന കഴിയുമ്പോൾ ആരൊക്കെ പറയും, കർത്താവ് എൻ്റെ കൂടെ യേശു വരണമേ എൻ്റെ ഹൃദയത്തിനകത്ത്? ആരൊക്കെ പറയും? ആർക്കൊക്കെ ആഗ്രഹമുണ്ട് യേശുവിനെ കൊണ്ടുപോകും? ആഗ്രഹമുള്ളവരെല്ലാവരും കരങ്ങളടിച്ച് നല്ലൊരു പാടിക്ക്. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. യേശുവിനെ ക്ഷണിച്ചാൽ യേശു ഹൃദയത്തിനകത്ത് വരും. ഹൃദയത്തെ തുറന്നു കൊടുത്താൽ യേശു അപ്പച്ചൻ ഹൃദയത്തിനകത്ത് വരും. അയ്യോ സ്നേഹിത, എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ എവിടെയോ ദൂരെ ഇരുന്നായിരിക്കും കേൾക്കുന്നത്. ഞാൻ പറയാം, താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവിനോട് പറ, അപ്പച്ച എനിക്ക് രക്ഷപ്പെടണം. ഒരേ ഒരു സത്യമേ ഉള്ളൂ എന്ന് ഞാൻ കേട്ടു, ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ എന്ന് കേട്ടു. ഈ ലോകത്തിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒറ്റ നാമേ ഉള്ളൂ എന്ന് കേട്ടു. അത് യേശു എന്ന നാമം എന്ന് എനിക്ക് മനസ്സിലായി. യേശു മാത്രം കർത്താവെന്ന് മനസ്സിലായി. യേശുവേ എൻ്റെ ഹൃദയത്തിനകത്ത് വരണമേ. എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ പ്രശ്നക്കാരനാണ്. സ്നേഹിത, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണീരല്ലേ? നിന്റെ സ്വഭാവം കൊണ്ടല്ലേ? നിന്റെ അമ്മ എത്ര കാലം കൊണ്ട് കരയുന്നു, നിന്റെ ഭാര്യ എത്ര കാലം കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ, ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, നിന്റെ മദ്യപാന നിമിത്തം നിന്റെ ഭാര്യ, നിന്റെ മാതാവ്, പിതാവ്, നിന്റെ തലമുറകൾ തകരുന്നു. നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം വരണോ? എൻ്റെ അപ്പൻ വന്നാൽ നിന്റെ ജീവിതം മാറും. ആമേൻ. എത്ര കഷ്ടപ്പെടുന്ന സമ്പത്ത്, തലമുറകൾ അനുഭവിക്കേണ്ട സമ്പത്ത്, എത്രയോ സമ്പത്ത് നീ കഷ്ടപ്പെട്ട് നിന്റെ കരങ്ങളിൽ വരുന്നു. എന്നാൽ ആ സമ്പത്ത് ആമേൻ നിന്റെ തലമുറകൾക്ക് ഉപകരിക്കാതെ
പാപത്തിലേക്ക് വെക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. എത്ര കാലം നീ കണ്ണുനീര് കുടിപ്പിക്കും? ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന യേശു പറയുന്നു, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ പാപത്തെ ക്ഷമിക്കുക, ഞാൻ മതിയായവനാണ്. നിന്റെ ഹൃദയത്തിന്റെ കവാടമൊന്ന് തുറന്നു തന്നാൽ ഞാൻ അതിനകത്ത് വസിക്കും. ഓ, ഞാൻ നിനക്ക് ദൈവമായും നീ എനിക്ക് മകനായും നീ എനിക്ക് മകളായും ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ വെളിച്ചം ഇന്ന് രാത്രി എല്ലാവരുടെ മേലും ഇറങ്ങും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ വാക്യങ്ങൾ. അതിനകത്ത് യേശു ക്രിസ്തു, സ്തോത്രം, ദാഹം കൊണ്ടുവന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ശമരിയ സ്ത്രീ എന്ന സഹോദരി വെള്ളം കോരാൻ വരുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക്, എപ്പോഴേ നട്ടുച്ചയ്ക്ക്, ഹല്ലേലൂയ, നട്ടുച്ചയ്ക്ക് ഇതാ ഒരു വെളിച്ചം നടന്നു വന്ന് സമരിയ സ്ത്രീ കടന്നു വരുന്ന സമയത്തിന് മുമ്പ് ഇതാ നട്ടുച്ചയ്ക്ക് ഒരാൾ വന്ന് വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. നട്ടുച്ച നേരത്ത് കിണറ്റിന്റെ തീരത്ത് വെള്ളത്തിനായി കാത്തിരിക്കുന്ന ആര്? എൻ്റെ പ്രാണപ്രിയൻ. ഹല്ലേലൂയ. കാത്തിരിക്കുകയാണ് വെള്ളത്തിന് വേണ്ടി. ഏത് വെള്ളം? എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നട്ടുച്ചയ്ക്ക് പ്രകാശമാകുന്ന എൻ്റെ ലോകരക്ഷകൻ, സത്യ ദൈവം, ജീവന്റെ ജീവനാകുന്ന ദൈവം, ഏക സത്യ ദൈവം, ഒരു സഹോദരിക്ക് വേണ്ടി, ഒരു ശമരിയ സ്ത്രീക്ക് വേണ്ടി, ഹല്ലേലൂയ, പാപിനിയായ ലോക തോൽവിയായ ഈ സഹോദരിയെ നേടാൻ എൻ്റെ യേശു ഇതാ, സ്തോത്രം, ഹല്ലേലൂയ, കിണറ്റിന്റെ കരയിൽ ചെന്ന് ഇരിക്കുകയാണ്. ആരെ നേടാൻ? ആ സ്ത്രീയെ നേടാൻ. ഹല്ലേലൂയ. ആ സ്ത്രീ വെള്ളം കോര വരികയാണ്. യേശു നല്ലവണ്ണം സംസാരിക്കുകയാണ്. വായിക്കാമോ? 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം മുതൽ വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. അടുത്ത വരി. ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അടുത്ത വരി. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും. നീ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും നീ ദൈവത്തിന്റെ ദാനം. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ദേശനിവാസികളെ, തങ്ങൾ ആരായാലും തങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള കാര്യം മറക്കരുതേ. ഈ ദൈവം താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. നീ അറിയും മുമ്പേ നിനക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ട്. നിനക്ക് വേണ്ടി നിന്റെ പാപത്തെ പോക്കുവാൻ പുണ്യാഹ രക്തവുമായി നിന്റെ അടുക്കൽ വന്ന് നിൽപ്പുണ്ട്. ഈ രാത്രി നിന്നെ സമർപ്പിക്കുകയാണെങ്കിൽ ആ രക്തം കൊണ്ട് കഴുകി ഇന്ന് രാത്രി ശുദ്ധീകരിച്ച് നിന്റെ പേരും കൂടെ ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതി, ആമേൻ, സ്തോത്രം, രക്ഷിക്കുവാൻ ഈ ദൈവം ഇന്ന് രാത്രി ദേശത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ശമരിയ സ്ത്രീയുടെ അടുക്കൽ ലോകരക്ഷകൻ വെളിച്ചമായി ഇറങ്ങിച്ചെന്നു. ശമരിയ സ്ത്രീയുടെ ഇരുട്ടിനെ പൊട്ടിക്കാൻ, അവളിലുള്ള ദുഷ്ടാത്മ മണ്ഡലങ്ങളെ, അവളിലുള്ള അശുദ്ധിയെ പൊളിക്കാൻ ജീസസ്, യേശു ക്രിസ്തു അവളുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. വായിച്ചെടുത്ത വാക്യം ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. വായിച്ചേ. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു. ആരോട്? വെള്ളം ചോദിച്ചവനോട്. ആര്? യേശുവിനോട് ചോദിക്കുമായിരുന്നു. അടുത്ത വരി. അവൻ ജീവനുള്ള വെള്ളം. നീ യേശുവിനോട് ചോദിച്ചാൽ നിനക്ക് തരുന്നത് അല്പസമയം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ദാഹിക്കൂലേ? പക്ഷെ യേശു തരുന്ന വെള്ളം ദാഹിക്കാത്ത വെള്ളമാ. നിത്യ ജീവങ്കലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി മാറുന്ന ഒരു വെള്ളമാ. ഹല്ലേലൂയ. നിത്യ ജീവന്റെ ഉറവ തരുവാൻ യേശു മതിയായവനാ. നരക തീക്കകത്ത് രക്ഷിക്കുന്ന വെള്ളം തരുവാൻ യേശു മതിയായവനാ. ഈ ലോകത്തിന്റെ വെള്ളം നിന്റെ ദാഹത്തെ പോക്കത്തില്ല. ആമേൻ. ഒരു പരിധി വരെ നീ കുടിച്ച് നിത്യ ദണ്ഡനത്തിനകത്ത് പോകുന്നതിനേക്കാൾ നല്ലത് നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞ് യേശുവിനോട് ചോദിച്ചാൽ നിത്യജീവന്റെ നിത്യജീവൻ നദി നിനക്ക് തരുവാൻ ഈ ദൈവം മതിയായവനായി വന്നിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചെടുത്ത വാക്യം. അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? യേശു എന്ന വെള്ളത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. ബാക്കിയുള്ള വെള്ളത്തിന് ജീവനില്ല. ജീവനുള്ള ഒറ്റ വെള്ളമേ ഉള്ളൂ, യേശു തരുന്ന വെള്ളം. അടുത്ത വരി. സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. അടുത്ത കിണർ ആഴമുള്ളതാകുന്നു. പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് വരും? നമ്മുടെ പിതാവായി യാക്കോബിനേക്കാൾ നീ വലിയവനോ? അടുത്ത വരി. അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെ എല്ലാം പിന്നെയും ദാഹിക്കും. ദാഹം തീരുന്നുണ്ടോ? ഇല്ല, ദാഹിക്കും. അടുത്ത്, ഞാൻ കൊടുക്കുന്ന വെള്ളം. യേശു പറഞ്ഞു, മക്കളെ, ഞാൻ നിനക്ക് വെള്ളം തന്ന
നിനക്കൊരിക്കലും ദാഹിക്കത്തില്ല. ഈ കുടവും കൊണ്ട് ഈ കിണറ്റിൽ നീ വരേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഒരു നാളും ദാഹിക്കത്തില്ല. അടുത്ത വരി. ഞാൻ കൊടുക്കുന്ന വെള്ളം, ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന, അവൻ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി. സ്ത്രീ അവനോട്, ഇത് കേട്ട ഉടനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. അടുത്ത സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന്, ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കണ്ടോ? അടുത്ത വരി. അടുത്ത വരി. അത് യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. കണ്ടോ? ഈ വെള്ളം കിട്ടണമെങ്കിൽ ഡിമാൻഡ് ഉണ്ട്. ആമേ. എല്ലാവർക്കും ഒന്നും കോരി കൊടുക്കുന്ന വെള്ളമല്ല ഈ വെള്ളം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ചില ഡിമാൻഡ് ഉണ്ട് ഈ വെള്ളം കുടിക്കണമെങ്കിൽ. വായിച്ചെടുത്ത് വരി. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. എത്ര ഭർത്താവ്? കർത്താവ് എന്തിനു വേണ്ടിയാ വന്നേ? ഇവളുടെ പന്ന സ്വഭാവത്തെ പൊളിച്ചടുക്കി ഇവളുടെ ക്രിസ്തുവിന് വേണ്ടി ആക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? എത്ര ഭർത്താക്കന്മാര്, എത്ര ഭാര്യമാര്? അനേകർക്ക് എത്ര ഭർത്താക്കന്മാര്? ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ നീ ചെയ്യുന്ന പാപം സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലാണെന്നുള്ള കാര്യം നീ മറക്കരുതേ. നീ മൊബൈലിലൂടെ ചാറ്റ് ചെയ്ത് നിന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മ മറ്റ് പലരിലേക്കും പോകുമ്പോൾ നീ കരുതും, ഒരു വേഷം കെട്ടലിലൂടെ നീ ചിരിച്ച് കളിച്ചു പോകുമ്പോൾ നീ കരുതും ഇതൊന്നും ദൈവം കണ്ടില്ലെന്ന്. പക്ഷെ നിന്നെ കാണുന്ന, നിന്റെ പാപത്തെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ശമരിയ സ്ത്രീ മറിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 5 ഭർത്താക്കന്മാരില്ല. കേട്ടോ, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, ശരിയാ, നിനക്ക് ഭർത്താവില്ല, ഭർത്താവല്ലല്ലോ, 5 എണ്ണം ഉണ്ടല്ലോ രഹസ്യത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി രഹസ്യങ്ങളെ പൊളിച്ചടുക്കുന്ന, നിന്റെ കുടുംബത്തെ ഒളിക്കുക, മക്കളെ ഒളിക്കുക, ഭാര്യയെ ഒളിക്കുക, ഭർത്താവിനെ ഒളിക്കുക എന്ന സ്വർഗത്തിനെ നിനക്ക് ഒളിക്കാൻ പറ്റുമോ? നിന്റെ ഹൃദയത്തിന്റെ കപടതകളെ സ്വത്രം വെട്ടി നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുമ്പോൾ അരുതരുതാത്ത വഴികളെ ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. അശുദ്ധിയെ ചാരമാക്കുക. ഹല്ലേലൂയ. ദാഹം തീരാത്ത വിധം നീ ഓടുന്നല്ലോ. ഇന്ന് രാത്രി നിന്റെ ദാഹം, പാപത്തോടുള്ള ദാഹം, ലോകത്തോടുള്ള ദാഹം, സമരിയ സ്ത്രീയെ നിന്റെ അഴുക്ക് പന്ന ദാഹം അത് പൊട്ടണമെങ്കിൽ യേശു തരുന്ന വെള്ളം കൂടി രാത്രി ആർക്കൊക്കെ വെളിപ്പെടുത്തി എനിക്ക് അറിഞ്ഞുകൂടാ. ഓ ജീസസ്, 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 ജീസസ്. നിന്റെ അശുദ്ധി പൊട്ടണോ? നിന്റെ കൺമോഹം പൊട്ടണമോ? നിന്റെ ജഡമോഹം പൊട്ടണമോ? നിന്റെ ഭാവചിന്ത പൊട്ടണമോ? യേശു തരുന്ന വെള്ളം കൂടി അഭിഷേകം നീ പ്രാപിനെ. അല്ലെങ്കിൽ നീ കാണുമ്പോൾ കണ്ണടിച്ച് കണ്ടിറുക്കി നടന്ന് നീ നരകയോഗ്യനായി നിത്യ ദണ്ഡനത്തിനകത്ത് പോകുന്നതിനേക്കാളും നല്ലത്. ഒരുപക്ഷെ നിന്റെ ഭാര്യയെ മറച്ചു വെച്ച്, ഭർത്താവിനെ മറച്ചു വെച്ച്, എൻ്റെ ചേട്ടൻ കണ്ടില്ലല്ലോ, എൻ്റെ ഭാര്യ കണ്ടില്ലല്ലോ, അയ്യോ എൻ്റെ ചേട്ടനെ പോലത്തെ ഒരു ചേട്ടൻ വേറെ ആരുമില്ല, എൻ്റെ ഭാര്യ പോലെ ഒരു ഭാര്യ വേറെ ആരുമില്ല എന്ന് രണ്ടുപേരും പരസ്പരം മൂടി മറയ്ക്കുമ്പോഴും സ്വത്രം മറക്കാതെ 2 കണ്ണുകൾ, സ്കാനിംഗ് ഉള്ള കണ്ണുകൾ, ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരുത്തൻ്റെ സാക്ഷ്യം. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം അവസാനം 2 വാക്യം വായിച്ചാട്ടെ. യോഹന്നാൻ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം അവസാനത്തെ 2 വാക്യം. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. എല്ലാരെ കുറിച്ചും അറിയാം. ആരെ കുറിച്ച് ഇനി യേശുവിന് പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഇങ്ങനെയാണ് കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, നീ പറയാതെ എനിക്കറിയാം അവൻ ആരാണെന്നും, അവൾ എവിടെ കൂടെയൊക്കെയാണ് പോകുന്നതെന്നും, അവൻ ഏത് വഴിക്കാണ് പോകുന്നതെന്നും, നട്ടുച്ചയ്ക്ക് കിണറ്റിനകത്ത് വന്നത് എന്തിനാണെന്നും, ഇതുവഴിയുള്ള എവിടെ വാച്ചിങ്ങും പോക്കും ഒക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. നിങ്ങൾ ആരും ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല. എന്നെ കേൾക്കുന്ന പൈതലെ, നീ ലോകത്തിന്റെ മുമ്പിൽ ഒളിക്കും. നിന്റെ കുടുംബത്തിനകത്തുള്ള അംഗങ്ങളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ നീ ഒളിക്കും. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് ഒളിച്ചു വെക്കാൻ പറ്റുമോ? യേശു ക്രിസ്തു അവളുടെ കപട പാപത്തെ എന്റെ ദൈവം അഴിച്ചിട്ടു. എന്റെ ദൈവം പറഞ്ഞു, ഭർത്താവില്ലെന്ന് പറഞ്ഞു ശരി തന്നെ, പക്ഷെ 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ട് ആള്, അതും നിന്റെ ഭർത്താവ് അല്ല. നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ ദേശത്തോട് വിളിച്ചു പറയാണ്, അശുദ്ധി ചാരമാകട്ടെ നിന്റെ കുടുംബത്തെ കലക്കുന്ന, നിന്റെ കുടുംബത്തിലെ സ്വസ്ഥതയെ കെടുത്തുന്ന, രാത്രി ഉറക്കമില്ലാതെ രാത്രി നേരം വിളിക്കുന്നവരെ മൊബൈലിലൂടെ ചാറ്റ് ചെയ്ത് അനാവശ്യ പാപത്തിലേക്ക് നീ ചെയ്യുന്ന സകല പാപങ്ങളും കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ മുന്നിൽ കീഴടങ്ങ്. അശുദ്ധി എല്ലാം ചാരമാകട്ടെ. ഒരു ദിവസം ജീവിച്ചാലും വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് സഹോദരനെ, ഒറ്റ ദിവസമാണ് ദൈവം തന്നാലും, ഒറ്റ ദിവസം തന്നാലും
20 വർഷം തന്നാലും 50 വർഷം തന്നാലും 100 വർഷം തന്നാലും ഈ പാവത്തിന്റെ കോട്ടടിച്ചിട്ട് ക്രിസ്തുവിന്റെ ഒരു പൈതലായി ജീവിച്ചുകൂടെ? ഈ പാവം എവിടെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെക്കും? ദൈവം നരകത്തിൽ തള്ളിയിടുമ്പോ എന്ത് ചെയ്യും? ഇന്നത്തെ ഈ തടിപിടിക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ? ഇന്ന് അവസരം തരുമ്പോൾ ഈ പാവ വഴികളെ ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് കർത്താവിന് മുന്നിൽ മുട്ടുമടക്കി രഹസ്യത്തിലും പരസ്യത്തിലും യേശുവേ അങ്ങയുടെ മകളായി മകനായി എനിക്ക് ജീവിക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കുടുംബത്തിനകത്തുള്ള മക്കൾ പട്ടിണി, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. കിട്ടുന്ന പൈസയെല്ലാം മറ്റ് പല വഴിയിലും. കുടുംബത്തിനകത്ത് സമാധാനമില്ല. കഴിഞ്ഞ ദിവസം ഒരു കോൾ എനിക്ക് വന്നു, രാത്രി സ്വസ്ഥതയില്ല, സമാധാനമില്ല. ദൈവത്തിന് മഹത്വം. കണ്ണീരോടെ ആ കോൾ വന്നേ. 2 ദിവസമായതേ, 2-3 ദിവസം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എത്രയോ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞൊരു വരിയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങാനൊന്നുമില്ല. എത്രയോ ദിവസമായി കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിയിട്ട്. ഞാൻ പറയട്ടെ, സമ്പത്ത് എവിടെ പോകുന്നു? സമ്പത്ത് എവിടെ പോകുന്നു? ഹല്ലേലൂയ. നിന്റെ സമ്പത്ത് ആവശ്യമില്ലാത്തടത്ത് പോകരുത്. ഹല്ലേലൂയ. പാപം വിട്ടുതിരി. നിന്റെ അശുദ്ധിയെ ചാരമാക്കാൻ കഴിവുള്ള യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ശമരിയ സ്ത്രീയുടെ അശുദ്ധിയെ പൊളിച്ച് കളയാൻ കഴിവുള്ള വെളിച്ചം, സത്യ വെളിച്ചം ഇറങ്ങി വന്നു. ആ കിണറ്റിന്റെ കരയിൽ അവൾക്കായി വന്നു. ഇന്ന് അതേ കർത്താവ് ഈ ദേശത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. പാപത്തിന്റെ ആ ചെളിയെ കഴുകിക്കളഞ്ഞ് കെട്ടുകളെ പൊട്ടിച്ച് സുബോധം തരുവാൻ, നിന്റെ അശുദ്ധിയെ ചാരമാക്കാൻ. പൈതലെ, നിന്റെ ഭാര്യയെ കഴുത്തി ഞെരിച്ച് തള്ളിയിടുന്ന സ്വഭാവം ഇത് ദൈവത്തിൻ്റെതല്ല, ഇതൊരു മൃഗത്തിൻ്റെതുമല്ല, ഇത് പിശാചിൻ്റെതാണ്. ഇത് നിന്നെ വിട്ടു മാറണമെങ്കിൽ നീ ഡോക്ടറെ അടുത്ത് പോയാൽ പറ്റത്തില്ല. ഇതെന്റെ യേശുവിന്റെ മുൻപ് മുട്ടുമടക്കിയാൽ നിന്റെ അകത്ത് ഭരിക്കുന്ന ഇരുട്ടിറങ്ങി പോകും. ഈ വെളിച്ചം നിന്റെ അകത്ത് വന്നാൽ നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് പോവുകയാണ്, അടുത്ത സമയമില്ല. വായിച്ചേ. ഇപ്പോൾ ഉള്ളവരോ ഭർത്താവല്ല. ഈ കർത്താവിനറിയാം നീ എത്ര എണ്ണത്തിന് നീ മറിച്ചും തിരിച്ചും. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിക്കുന്നത് എത്ര ലോക്കുള്ള ഫോണ്. ഹല്ലേലൂയ. ആരും കാണാതെ എത്ര ലോക്ക്. മെസ്സേജ് വന്നാൽ പുറത്ത് വരാണ്ടിരിക്കാൻ എന്തുമാത്രം. ഒരാളിനോടിടുമ്പോൾ ഒരു രീതിയിൽ പറയും, വേറൊരാളിനോടിടുമ്പോൾ ഒരാളിനോട് പറയും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം, അപ്പുറത്തേന്ന് പറയും എനിക്ക് എല്ലാവരെക്കാളും ഇഷ്ടം. കള്ളത്തനോ ഞാൻ കള്ളനാ. ഹല്ലേലൂയ. ഇതിനെല്ലാം വെട്ടി എറിഞ്ഞിട്ട് അശുദ്ധിയെ ചാരമാക്കിക്കൊണ്ട് കപടത്തെ വെട്ടി ക്രിസ്തുവിന്റെ മേൽ കീഴടങ്ങി യേശു മാത്രം മതിയെന്ന് പറ. യേശു മാത്രം മതി. മക്കൾക്ക് നല്ലൊരു പപ്പയായി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, മക്കളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് സമ്പത്തിന് വേണ്ടി നമ്മൾ ഓടുന്നവരാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി പറയട്ടെ സ്നേഹിതരെ, ഭാര്യ ഒന്ന് സ്നേഹിക്കാൻ 4 വരെ നീളേ ഉള്ളൂ. ഇവിടെ വിട്ട് പോകുമ്പോഴാണ് ഇടിയും വിളിയും. അയ്യോ, എൻ്റെ ഭാര്യ എനിക്ക് സ്നേഹിക്കാൻ അവസരം കിട്ടും, പക്ഷേ ഞാനത് കളഞ്ഞു വിളിച്ചു. എന്തിന്? പോകുമ്പോഴാണ് ഇടി. പോകുമ്പോൾ സുബോധം വരും. ഭർത്താവ് പോകുമ്പോഴാണ് ഭാര്യമാർക്ക് സുബോധം വരുന്നത്. അനേകരുടെ കുടുംബങ്ങളിൽ ഈ വേദന കേട്ടിട്ടുണ്ട് ഞാൻ. ദൈവത്തിന് സ്തോത്രം. 4 വിരൽ നീളമുള്ള ആയുസ് നിന്റെ കൂടെ പാർപ്പാൻ നിനക്ക് തന്ന ഭാര്യയോട് കൂടെ രസിച്ച് സുഖത്തോടെ സന്തോഷത്തോടെ ക്രിസ്തുവിനെ ആരാധിച്ച് ഭയത്തോടെ ജീവിക്കുന്നതിൽ പരം ഭാഗ്യം തൊട്ട് മക്കൾക്ക് സ്നേഹമുള്ള പപ്പയായി, സ്നേഹമുള്ള അമ്മയായി, മാതൃകയുള്ള മാതാവ് പിതാവ് ഒന്നുമില്ലെങ്കിലും ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഒരുക്കിയേ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും
ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പലയിടത്തുനിന്നും പലരെയും മറച്ചുകൊണ്ടിരിക്കുന്നെന്നാണ് വിളിച്ചു പറയുന്നത്. നീ പല പാപവും ചെയ്തു, നിന്നെ ഞാൻ പലയിടത്തുനിന്നും മറച്ചു. പക്ഷെ ഇനിയെങ്കിലും നീ കീഴടങ്ങിയില്ലെങ്കിൽ ലോകപരമായി നാറ്റം കേസായി മാറുമെന്ന് ഇന്ന് രാത്രി നീ മുട്ടും മടക്കിയ നിന്റെ പാപത്തെ ക്ഷമിച്ച്, നിന്റെ അശുദ്ധിയെ ചാരമാക്കി, നിന്റെ തലമുറകളുടെ നടുവിൽ, നിന്റെ ദേശത്തിന്റെ നടുവിൽ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ യേശു ക്രിസ്തു ഈ ദേശത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി വെളിച്ചമായി, ഏത് ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമായി വന്നിട്ടുണ്ട്. നീ പല പാപങ്ങളും രഹസ്യത്തിൽ ചെയ്തു, പക്ഷേ ഞാനത് സ്വത്രം പലരും കാണെ തുറന്നു വച്ചു കൊടുത്തില്ല. എന്നാൽ നീ ഇനി പല നാൾ കള്ളൻ ഒരു നാൾ പിടിപെടുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് രാത്രി നീ ഈ ആലോചന ദൂത് കേൾക്കുമ്പോൾ മുട്ടുമടക്കി, അപ്പാ എൻ്റെ കർത്താവ് എൻ്റെ കപട വേഷത്തെ ഇതാ അങ്ങയുടെ സന്നിധിയിലിടുന്നു, എനിക്കെൻ്റെ യേശു മതിയെന്ന് ഇന്ന് രാത്രി ആരല്ല ഈ ശബ്ദം പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ആരായാലും താങ്കളുടെ ജീവിതത്തിൽ എത്ര കഠിനമായ പാപമുണ്ടെങ്കിലും ക്ഷമിക്കുന്ന യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഈ ഭൂമിയിൽ പാർക്കുവാൻ കുടുംബം തന്നു, ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു. ഞാൻ ചോദിക്കട്ടെ, സ്നേഹത്തോടെ ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ഭർത്താവിനോട് എത്ര പേരുണ്ട്? സഹോദരിമാരുണ്ട് സ്നേഹത്തോടെ സംസാരിക്കുന്ന? ദാനമായി തന്ന മക്കളോട് സ്നേഹത്തോടെ ഇടപെടുന്ന മക്കൾ സ്വത്രം ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ പപ്പ സ്വത്രം ഒരു ഫീലിയൊന്നല്ല, എൻ്റെ അമ്മ ഒരു കഠിന ഹൃദയമുള്ള ആളെന്നല്ല പറയേണ്ടത്. അവർ കാണുന്ന നമ്മുടെ സ്വഭാവം, അവർ നമ്മുടെ ജീവിതത്തിനകത്തുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം, അതനുസരിച്ച് അവർ വളരണം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടെ? ഇന്നത്തെ രാത്രി ആ മേശോത്രം നമ്മുടെ കറ പുരണ്ട തുണികളെ എൻ്റെ കർത്താവിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് പറ, യേശുവേ എനിക്കൊരു കർത്താവിൻ്റെ മകളായി മകനായി എൻ്റെ ജീവിതത്തിനകത്ത് മാറണം. അപ്പ എൻ്റെ അശുദ്ധിയെ ചാരമാക്കണം. നോക്കിയേ, സ്വത്രം ശമര്യ സ്ത്രീ എന്ന പാവിയെ നേടാൻ ഒറ്റ ഒരുത്തിക്ക് വേണ്ടി യഹൂദ ഗോത്രത്തിന് സിംഹം, നക്ഷത്രത്തിന് സൂര്യനെ ഉണ്ടാക്കിയ, ഭൂമിയെ ഭൂമണ്ഡലങ്ങളെ ഉണ്ടാക്കിയ, കടലിനെ അതിരിട്ട് നിർത്തിയ സർവശക്തനാകുന്ന ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസം ഊതിയ സർവശക്തനായ ദൈവം മരിച്ചനെ ഉയർപ്പിച്ച, ഭൂതങ്ങളെ പുറത്താക്കിയ, കിടരോഗികളെ എഴുന്നേൽപ്പിച്ച സർവശക്തനാകുന്ന ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന സർവശക്തനാകുന്ന എന്റെ ദൈവം ഇതാ അവൾ കോരാൻ പോയ കിണറ്റിന്റെ കരയിൽ അവൾക്കാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് ദാഹം വന്നു. എന്തെന്നുള്ള ദാഹം? മക്കളെ, നീ പാപത്തിൻ്റെ ദാഹം മതി. ഇനി നിനക്ക് നിന്റെ ഈ ലോകത്തിൻ്റെ ദാഹമല്ല വേണ്ടത്. നീ യേശുവിനായി ദാഹിരേ, ക്രിസ്തുവിനായി ദാഹിരേ. നിന്റെ പാപ സ്വഭാവം മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. നമുക്ക് തരുന്ന ഒരു ആയുസ് എത്രയെന്ന് അറിയത്തില്ല. അത്രയും ദിവസം വിശുദ്ധിയോടെ, രണ്ട് കണ്ണും വിശുദ്ധിയുടെ, കൈകൾ കാലുകൾ, ജീവിതം, ചിന്ത, രഹസ്യം, പരസ്യം, ഏറ്റവും ഈ മേഖലകൾ ദൈവം തരുന്നതെല്ലാം ജീസസ് വിശുദ്ധിയോടെ ജീവിക്കാൻ ഇന്ന് രാത്രി എത്രവർക്ക് ആഗ്രഹമുണ്ട് സ്നേഹിതരെ? യേശു വിശുദ്ധൻ. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധൻ, നിങ്ങളും വിശുദ്ധൻ ആയിരിക്കും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധൻ. മക്കളെ, നീ വിശുദ്ധിയുള്ള പൈതലാകും. കുടുംബത്തിനകത്ത് സമാധാനം വരണമോ? ഈ വെളിച്ചം വന്നാൽ മതി. ശമര്യ സ്ത്രീയുടെ അടുക്കൽ ഇറങ്ങി വന്നു, ഈ വെളിച്ചം സംസാരിച്ചു. അവൾ കള്ളം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇല്ല, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉള്ള ഭർത്താവും അത് നിന്റെ ഭർത്താവല്ല. അടുത്ത വരി. ഭർത്താവ് അല്ലെങ്കിൽ അതിന്റെ വാക്ക് നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറയുന്നത്. അടുത്ത വരി. നീ പറഞ്ഞത് സത്യം തന്നെ. നീ പറഞ്ഞ കറക്റ്റാ, നീ പറഞ്ഞെല്ലാം കറക്റ്റാ. ഭർത്താവല്ല, അതുകൊണ്ടാ കറക്റ്റാ നീ പറഞ്ഞു. അടുത്ത വരി. സ്ത്രീ അവനോട് യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അപ്പൊ മനസ്സിലായി, ഇവിടെ ഉള്ളിലിരിപ്പ് കർത്താവ് പറഞ്ഞപ്പോ മനസ്സിലായി നീ ആരാണ്? പ്രവാചകൻ. അടുത്ത വരി. അപ്പോ ഇങ്ങനെയുള്ള ഈ
സഹോദരിയെ തൊട്ടാൽ ആമേൻ സത്യത്തിൻ്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഏവനെ പ്രകാശിപ്പിക്കുന്ന, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാകുന്ന ഏക വെളിച്ചം, സത്യ വെളിച്ചം, സമാധാനത്തിൻ്റെ വെളിച്ചം, അത്ഭുത വെളിച്ചമാകുന്ന യേശു ക്രിസ്തു, നീതി സൂര്യനാകുന്ന യേശു ക്രിസ്തു സമരിയ സ്ത്രീയുടെ അടുക്കൽ ഇറങ്ങി വന്നു. അവളോട് സംസാരിച്ചു. അവൾ യേശുവിൻ്റെ അടുക്കൽ തൊട്ടടുത്ത് നിന്ന് മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. ഇവിടെ സംസാരിച്ച് കൊതിയിരുന്നില്ല. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. സാന്നിധ്യത്തിനകത്ത് ആ ജീവജല നദിയാകുന്ന ക്രിസ്തുവിൻ്റെ അടുത്ത് നിന്നപ്പോൾ ആ സഹോദരിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം. അവളുടെ കെട്ടുകൾ ഒന്നൊന്നാ പൊട്ടാൻ തുടങ്ങി. അവളിൽ ഭരിച്ച പാപത്തിൻ്റെ കെട്ട് അഴിയാൻ തുടങ്ങി. അവസാനം അവൾ യേശു കർത്താവ് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. മശിഹ കണ്ടു മുട്ടി ഉടനെ കയ്യിൽ നിന്ന് പാത്രത്തെ ദൂരെ എറിഞ്ഞിട്ട് ഇവൾ ഒറ്റ ഓട്ടത്തിൽ ഇവളുടെ പട്ടണത്തിലേക്ക് പോയി. ഇവൾ എന്ത് പ്രാപിച്ചിട്ട് പോയി? യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ കൃപ ഇവൾ പ്രാപിച്ചിട്ട് ആമേൻ. ആ പാത്രം ഇനി അവർക്ക് ആ പാത്രം വേണ്ട. പാപത്തിന്റെ വെള്ളം കോരുന്ന പാത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? നട്ടുച്ചയ്ക്ക് അവിടെ വെള്ളം കോരാൻ ആരും വരത്തില്ല, പക്ഷേ ഇവിടെ മാത്രം വന്നു. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. ഇനി ഇവക്ക് കോരണ്ടാത് വലിച്ചെറിഞ്ഞു. അവരുടെ പാപത്തിന്റെ ചങ്ങല ദൈവം പൊട്ടിച്ചു. ഈ ദേശത്തോട് ഇത്രയും വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ സഭയിൽ പോലും ഇത്രയും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ദേശത്തോടും വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന് ആരോടോ ഉള്ള കാര്യങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായി, ദേശത്തോടോ എനിക്കറിയത്തില്ല, ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പൈതലെ, ഇവളുടെ അശുദ്ധി പൊട്ടി, ഇവളുടെ ജീവിതത്തിനകത്ത് മാറ്റം വന്നു, ഇവളുടെ കണ്ണുകൾ തുറന്നു. ഇവൾ പാപമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പാപം പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇത് പാപമാണ് ചെയ്തുകൊണ്ടിരുന്നത് അറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ അല്പസമയം സംസാരിച്ചപ്പോൾ, അല്പസമയം ഇടപെട്ടപ്പോൾ, ആ സാന്നിധ്യത്തിൽ നിന്നപ്പോൾ, ആ ശക്തിയുടെ അടുക്കൽ നിന്നപ്പോൾ അവളുടെ ശരീരത്തിലെ പാപത്തിന്റെ കെട്ടുകൾ എല്ലാം പൊട്ടി. അവൾ ആ കുടം വലിച്ചെറിഞ്ഞ് ആമേശ്വത്രം തന്റെ പട്ടണത്തിലേക്ക് പോയി. അവിടെയുള്ള ശമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു, വാ വാ വാ. അവരെ വിളിച്ചു കൊണ്ടുവന്നു. ഒരു വലിയ സൈന്യം യേശുവിനെ കണ്ടുമുട്ടുവാൻ ഈ സഹോദരി മുഖാന്തരമായി തീർന്നു. ഇന്ന് രാത്രി ഈ ദേശത്തിനകത്തും കെട്ടുകളെ പൊട്ടിപ്പാൻ ശമരിയ സ്ത്രീയുടെ അടുക്കൽ വെളിച്ചമായി ഇറങ്ങി യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മാന്യ ശ്രോതാവേ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. എത്ര രഹസ്യ പാവമായാലും, എത്ര പരസ്യ പാവമായാലും, ആരും അറിയാതെ സ്വത്ര ആഴത്തിൽ നീ ഒതുക്കി വെച്ച പാവമായാലും, ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഒളിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് രാത്രി യേശുവിനോട് പറ, മറ്റാരോടും പറയണ്ട. യേശുവിനോട് പറ, കർത്താവേ ഞാൻ പാപിയാണ്. നീ പല പാപം ചെയ്തു, പക്ഷേ സ്വസ്ഥതയില്ലാതെ അലഞ്ഞോടിക്കൊണ്ട് നടക്കുകയാണ്. ആമേ, സ്വസ്ഥതയില്ല. എന്താ കാര്യം? സ്വസ്ഥതയില്ലാത്ത കാര്യം എന്താ? പാപം ചെയ്തു പോയി. എന്നാൽ ഇന്ന് രാത്രി നീ മുട്ടുമടക്കി നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പറ, അപ്പച്ച യേശുവേ, യേശു മാത്രം കർത്താവെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരണമേ. എൻ്റെ പാപക്കറകളെ രക്തം കൊണ്ട് കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ പാപക്കറകളെ കഴുകി അശുദ്ധിയെ ചാരമാക്കി നിന്നെ തിളങ്ങുന്ന മുത്താക്കി ക്രിസ്തുവിന്റെ മാനപാത്രമാക്കി. ഓ, ക്രിസ്തുവിങ്കലേക്ക് നോക്കിയവർ, സങ്കീർത്തന പുസ്തകം 34 അധ്യായം വായിക്കുമ്പോൾ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. 34:5 അവന്റെ മുഖം പിന്നെ ലജ്ജിച്ച് പോയതുമില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഏത് പാപിയായാലും യേശുവിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ മേൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പാ എന്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പാപത്തെ കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്. ജീവന്റെ പുസ്തകത്തിലുള്ള പേരുമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ പൈതലെ, നീ ഏത് വിഷയത്തോടെ ഇരിക്കുന്നെങ്കിലും ഇന്ന് രാത്രി ദൈവത്തോട് പറ. ശമരിയ സ്ത്രീയെ തൊട്ട വെളിച്ചം ഈ ദേശത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ അവിടെ ഇതാ ഒരുത്തന്റെ അടുക്കൽ ഒരു വെളിച്ചമായി എൻ്റെ യേശു ഇറങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. മറ്റൊരുവൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശു എന്ന നാമം.
ആ നാമത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒരു നാമവും ഇല്ല സ്നേഹിതരെ. യേശു മാത്രം ജീവനുള്ള സത്യദൈവം, ഏകദൈവം, ഒരേ ഒരു ദൈവം യേശു മാത്രം. സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് യേശു ക്രിസ്തു. ആ യേശുവിലൂടെ സമാധാനമുണ്ട്, ആ യേശുവിലൂടെ പാപമോചനമുണ്ട്, ആ യേശുവിലൂടെ രോഗിക്ക് സൗഖ്യമുണ്ട്, ആ യേശുവിലൂടെ രോഗബന്ധനം അഴിയും, ആ യേശുവിലൂടെ ഭൂതങ്ങൾ അലറി മാറും, ആ യേശുവിലൂടെ കുടുംബ പ്രശ്നങ്ങൾ ഉടയും, ആ യേശുവിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കും, യേശുവിലൂടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് അനേക കുടുംബങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, പരസ്പരം പണത്തിനാണ് അടിയും വെട്ടും കുത്തും. സ്വന്തം പണം, പൈസയ്ക്കാണ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് തന്നെ പൈസയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, എല്ലാം സമ്പാദിച്ച് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ 50,000 കൊടുത്ത്, ഇപ്പുറത്ത് 1 ലക്ഷം കൊടുത്ത്, അപ്പുറത്ത് 5 ലക്ഷം കൊടുത്ത്, ഇപ്പുറത്ത് 10 ലക്ഷം കൊടുത്ത്, ഒരു 10 അക്കൗണ്ടിൽ 50 ലക്ഷം വീതം ഇട്ടൊക്കെ വെച്ച് എല്ലാവരുടെ അവകാശം വെച്ചെന്ന് വെച്ചോ. പോകുമ്പോൾ ഇതുവെല്ലാം കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകത്തില്ല. പാട്ടുകാരൻ പാടി, വന്നപ്പോൾ നീ എന്തു കൊണ്ടു വന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും, എങ്ങനെ നീ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ നീ ലോകം വിട്ടു പോകും, എങ്ങനെ നീ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ നീ ലോകം വിട്ടു പോകും. അടിയെന്തിനാ പൈസയ്ക്ക് കൊണ്ടുപോകത്തില്ല. 4 വിരൽ നീളമേ ഉള്ളൂ ആയുസ്. ആ ആയുസിൽ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, കരുതേണ്ടവരെ കരുതി, താഴ്മ ധരിച്ച്, ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞ്, ക്രിസ്തുവിന്റെ ഒരു മകളായി ജീവിക്കേണ്ട സ്ഥാനത്ത് ഇന്നും ഒരു പാപിയായി കരങ്ങളെ ചേർത്ത് നടിച്ചേ പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. ഓ പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി. ഉറക്കമല്ല പോട്ടെ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദവും. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ യേശു സമാധാനമാണ് വന്നു. സമാധാനമില്ലാതെ യേശു സമാധാനമാണ് എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേറെ ആശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ. നമുക്ക് സമ്പത്ത് എല്ലാവർക്കും ആവശ്യമാണ്. ഇതിനകത്ത് വന്നവർക്ക് ദേശത്തിൽ ബഹു സമ്പത്തുള്ളവരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബഹു സമ്പത്തുള്ളവരായി സകലരും മാറട്ടെ. പക്ഷേ സമ്പത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സമ്പത്ത് നമുക്ക് ആവശ്യമാണ്, പക്ഷെ സമ്പത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് 4 വിരൽ നീളം ഒരു കുടുംബജീവിതം തന്ന സ്നേഹത്തോടെ ജീവിക്കണം. ഭാര്യയ്ക്ക് എന്തുണ്ടെന്നല്ല, ഭർത്താവിന് എന്തുണ്ടെന്നല്ല, നമ്മുടെ ഇടയിൽ സ്നേഹം കാണണം. മക്കൾ, അമ്മ, അപ്പൻ സ്നേഹം കാണണം. 4 വിരൽ. ജീവിതം ഒന്നേ ഉള്ളൂ. പട്ടുകാരൻ പാടി, ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ, മരിക്കും മുമ്പേ ഓർത്തിടുക, ഇനി ഒരു ജീവിതം പോകാതില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ക്രിസ്തുവിൽ ജീവിച്ച് കുടുംബത്തിനകത്ത് സ്നേഹത്തോടെയുള്ള ഒരു ഭാര്യ, സ്നേഹമുള്ള ഭർത്താവ്, സ്നേഹമുള്ള മക്കൾ, സ്നേഹിതനാകുന്ന യേശുവിനോടൊപ്പം ജീവിക്കുന്ന ജീവിതം
ഭാഗ്യം. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും യേശു ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് സ്നേഹിതരെ. ഈ സമാധാനത്തോടെ ജീവിച്ചിട്ട് വേണം കർത്താവിൻ്റെ വരവിൽ നമ്മൾ കയറിപ്പോകാൻ. ഹല്ലേലൂയ. ദുഃഖത്തോടെ അല്ല. ഭാര്യയ്ക്ക് കുറേ കാര്യങ്ങൾ ഭർത്താവിനെ കുറിച്ച് പറയാനുണ്ടായിരിക്കട്ടെ, ഭർത്താവിന് കുറേ കാര്യങ്ങൾ ഭാര്യയെക്കുറിച്ച് പറയാനുണ്ടായിരിക്കട്ടെ, മക്കൾക്ക് മാതാപിതാക്കൾ പപ്പ ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു. അവർ യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ അവരുടെ തലമുറകളോട് പറയാൻ ഒരു പിടി കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ചീത്ത വിളിക്കുന്നൊരു പപ്പയല്ല, ചീത്ത വിളിക്കുന്നൊരു അമ്മയല്ല, അടി ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തെ അല്ല നമുക്കെൻ്റെ മക്കൾ കാണേണ്ടത്. യേശുവുള്ളോ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് അതാ യേശു വരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? മറ്റൊരുവൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല, യേശു എന്ന നാമമാണ് മാത്രമേ ഉള്ളൂ. സങ്കീർത്തനം 115 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നും വായിച്ചു വിടാൻ സമയമില്ല. വായിച്ച സങ്കീർത്തന പുസ്തകം എല്ലാവരും തുറന്നേ, കുറച്ച് സമയം കൂടെ നമുക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തന പുസ്തകം 115 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണം. അടുത്ത വരി. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? അടുത്ത് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവം എവിടെയുണ്ട്? പറ, എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പ്രതികരിച്ചേ. അല്ലല്ലേ, എല്ലാവരും ഒന്ന് പ്രതികരിച്ചേ. എല്ലാ കൺവെൻഷന് മുമ്പ് എല്ലാവരും പ്രതികരിക്കും. ഇവിടെ മാത്രം കുറച്ച് പേര് പ്രതികരിക്കുന്നില്ല. എല്ലാവരും പ്രതികരിച്ചേ. നമ്മുടെ ദൈവം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. പറഞ്ഞേ, സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ കൺവെൻഷൻ എല്ലാം വന്ന ജനമെല്ലാം പവർഫുൾ ആയിരുന്നു. അവർ തീ പോലെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചേ അടുത്ത വരി. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അടുത്ത, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും കർത്താവ് ചെയ്യുന്നു. കർത്താവ് ചെയ്യുന്ന ആർക്ക് ഇഷ്ടമുള്ള? നമുക്ക് ഇഷ്ടമുള്ളതല്ല, പിന്നെ ആർക്കും ഇഷ്ടമുള്ള? കർത്താവിന് ഇഷ്ടമുള്ള എല്ലാം ചെയ്യും. അടുത്ത വരി. അവരുടെ വിഗ്രഹങ്ങൾ കണ്ടോ? അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. നോക്കിയേ, പൊന്നും വെള്ളിയും ഉള്ള വിഗ്രഹങ്ങളല്ല ദൈവം, യേശുവാണ് ദൈവം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടാക്കി സ്വർണം കൊണ്ടുണ്ടാക്കിയാലും വെള്ളി കൊണ്ടുണ്ടാക്കിയാലും തടി കൊണ്ടുണ്ടാക്കിയാലും ഒരിക്കലും മനുഷ്യനെ ഉണ്ടാക്കിയത് അത് ദൈവമാകത്തില്ല സ്നേഹിതരെ. അത് ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നു, പൊന്നുകൊണ്ട് നീ ചിലപ്പോൾ യേശുക്രിസ്തുവിനെ നസ്രായനാകുന്ന യേശുക്രിസ്തുവിനെ ഉണ്ടാക്കാം. പക്ഷേ അത് യേശുവല്ല. യേശുവിന് ഒരിക്കലും ഒരുത്തിനും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിൻ്റെ മുഖത്തെ പതിപ്പിക്കാൻ ആർക്ക് കഴിയും? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോഴുണ്ട്, കർത്താവിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ഇരിക്കുന്നു. ആ മുഖത്തെ ആർക്ക് സ്വത്രം വരച്ചു വെക്കാൻ പറ്റും? ഇല്ല. കീ ചെയിനിൽ യേശുവിന് വെച്ചിരിക്കുന്നില്ല, അത് യേശുവല്ല സ്നേഹിതരെ. സ്വത്രം സിനിമയിൽ ഫാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്നത് യേശുവാണോ? അതുപോലെ ചില ആൾക്കാരെ ചില നല്ല രീതിയിൽ ഒരുക്കി അതിൻ്റെതായ രീതി തടിയൊക്കെ വെച്ചവരെ ഫോട്ടോയല്ലേ നിങ്ങളെ കയ്യിരിക്കുന്നത്. അതിനേക്കാൾ എത്രയോ കൊള്ളാം നിങ്ങളുടെ ഫോട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയൊക്കെ മനസ്സിലായി? ആർക്കും വിഷമിക്കാനല്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, അതൊന്നും യേശു അല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡിലിരിക്കുന്നില്ല യേശു, അത് യേശു അല്ല. സ്തോത്രം. അതൊരു ഭാവന അനുസരിച്ച് എഴുതി വെച്ചു, അത് യേശു ആകത്തില്ല. മണ്ണ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹമല്ല യേശു. സ്തോത്രം. മരം കൊണ്ടുണ്ടാക്കിയതല്ല യേശു. അതിനകത്ത് എഴുതിയിരിക്കുന്നു അതിന് കണ്ണുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അത് പിന്നെ എങ്ങനെ യേശു ആകും? അത് പിന്നെ എങ്ങനെ ദൈവമാകും? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടല്ലേ പാട്ടുകാരനാകുന്ന യേശുദാസ് പാടിയ ഒരു പാട്ട് പണ്ടേ പാടിയില്ലേ? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാൻ അറിയാത്ത ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ. കണ്ടോ? പാട്ടുകാരൻ പണ്ടേ പാടിയത്. എങ്ങനെ? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കളിമണ്ണ് കൊണ്ടുള്ള പ്രതിമ. അത് പ്രതിമ മാത്രം, ദൈവമല്ല. ഹല്ലേലൂയ. ദൈവമല്ല. വായിച്ചെടുത്ത വരി. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. അടുത്ത, മനുഷ്യരുടെ കൈവേല തന്നെ. അതെല്ലാം മനുഷ്യനുണ്ടാക്കിയത് ദൈവമാകത്തില്ല. മനുഷ്യനുണ്ടാക്കി വെച്ചാൽ ഒരിക്കലും ദൈവമാകത്തില്ല. അടുത്ത്, അവർക്ക് വായുണ്ടെങ്കിലും വായുണ്ട് സംസാരിക്കുന്നത്. അതിനേക്കാളും നമ്മൾ ആൾക്കാർ എത്രയോ പേര് വായുണ്ട് സംസാരിക്കുന്നില്ലേ? അപ്പോൾ ചിന്തിച്ചു നോക്കിയേ, ഏതാ വലുത്? അതാണോ വലുത്? ഇതാണോ വലുത്? സ്വത്രം. നമുക്കറിയാം, ക്രിസ്മസ് ആകുമ്പോൾ നമുക്കറിയാം കടകളിൽ പോയി സ്വത്രം വില പേശും. ഈ യേശു കുഞ്ഞിന് എത്ര രൂപയല്ലേ? ഈ സ്വത്രം മറിയയ്ക്ക് എത്ര രൂപ വില? ഈ യോസഫിനോ ഉണ്ടോ വില പേശിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് പുൽക്കൂട്ടിലുണ്ണി പിറന്ന നേരം. പുൽക്കൂട്ടിലല്ല പറഞ്ഞത്, പൂത്തിരി കത്തിച്ചില്ലാരും പൂക്കളിറുത്തു നിരത്തിയില്ല, പുത്തനുടുപ്പുകൾ നൽകിയില്ല, മഞ്ഞും തണുപ്പും നിറഞ്ഞര. അതെല്ലാം കറക്റ്റാ. പക്ഷേ പുൽക്കൂട്ടിലല്ല യേശു ജനിച്ചത്. വഴിയമ്പലത്തിൽ സ്ഥലം പോരായികൾ കൊണ്ടുകിടത്തിയ സ്ഥലമത്രേ പുൽക്കൂട്.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ക്രിസ്മസ് സമയമാകുമ്പോൾ സ്തോത്രം എവിടെന്നെങ്കിലും രണ്ട് കൊണ്ട് വെച്ചിട്ട് ഇത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആകത്തില്ല. അതല്ല യേശു. മണ്ണ് കൊണ്ടുള്ള ഹല്ലേലൂയ ഒരു വിഗ്രഹമല്ല യേശു. തടി കൊണ്ടുള്ള ഒരു വിഗ്രഹമല്ല യേശു. യേശു കർത്താവ് സർവശക്തനത്രേ. എൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ലൂക്കോസിൽ ഇറങ്ങി വന്ന ശമരിയ സ്ത്രീയുടെ അടുക്കൽ ഇറങ്ങി വന്ന ആമേ കണ്ണുണ്ട്, കാണുന്ന, ചെവി കൊണ്ട്, കേൾക്കുന്ന, സംസാരിക്കുന്ന, നടക്കുന്ന ഈ ദൈവത്തിന് നമ്മൾ ചുമക്കണോ അല്ലേ? ദൈവത്തിന് നമ്മൾ ചുമക്കണോ? പക്ഷെ യേശു നമ്മളെ ചുമക്കും. സത്യദൈവം എന്നെയും നിങ്ങളെ ചുമക്കുന്ന ദൈവം. ഇന്ന് ഇതിനകത്ത് ഈ ശബ്ദം കേൾക്കുന്ന പൈതലേ, നമ്മുടെ കർത്താവ് നമ്മളെ ചുമക്കുന്ന ദൈവം, സകലത്തെ ചുമക്കുന്ന ദൈവം, ചുമക്കുന്ന ദൈവം, ചുമക്കുന്ന ദൈവം, ഏക സത്യ ദൈവം. മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമം. അത് യേശു എന്ന നാമമാകയാൽ അതുകൊണ്ട് യേശുവിന് മണ്ണ് കൊണ്ടുണ്ടാക്കാം. വേണ്ട, അത് വിഗ്രഹം. പുറപ്പാട് 20 പറയുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കല്ലേ, അതിനെ കുമ്പിടെയെങ്കിലും അതിനെ സേവിക്കെങ്കിലും അരുത്, അരുത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സകലതും ദൈവം സൃഷ്ടിച്ചതാണ്, ഇതിനെ ഒന്നും ആരാധിക്കരുത്. യേശു സൃഷ്ടാവ്, സൃഷ്ടാവാകുന്ന ദൈവത്തെ മാത്രമേ വണങ്ങാവൂ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, വായിച്ചേ. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അതിനേക്കാൾ നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലേ? അടുത്ത വരും. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു? മെഴുകുതിരി കൊണ്ട് വെച്ച് പാവാൻ അറിയത്തില്ല. ആ വിഗ്രഹം കിടന്ന് അലറിക്കൊണ്ട് പറയുകയാണ്, ഞാൻ മണ്ണാണ്, എന്നെ എൻ്റെ അടുത്ത് വെക്കല്ലേ, മെഴുകുതിരി വെക്കല്ലേ, ചമ്രത്തിരിക്കൽ, ഇത് കൊണ്ടുപോ, ഞാൻ ഇതാ തകരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം. മണ്ണ് കിടന്ന് അലറി വിളിക്കുകയാണ്. ഇത് വല്ലതും കൊണ്ടുവയ്ക്കുന്നവർക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ തകർത്ത് കളയും. എന്നെ ദൈവമാണ് സൃഷ്ടിച്ചത്, ഞാൻ ദൈവമല്ലെന്ന് ആര് വിളിക്കുന്നു? പറ, ആര് വിളിക്കുന്നു? ഇത് വിളിച്ചോണ്ടിരിക്കുക. നമ്മൾ കൊണ്ട് 7 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് മെഴുകുതിരി കത്തിക്കുകയാണ്. അടുത്തവര് വായിച്ചേ. കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. കണ്ടോ, ഒന്നും സംസാരിക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് സംസാരിക്കാത്തവനല്ല, സംസാരിക്കുന്നവൻ. വേദനിക്കുന്നവരുടെ വേദന മാറ്റുന്നവൻ, കണ്ണുനീരിന്റെ നടുവിൽ ഇറങ്ങി വന്ന് കണ്ണുനീര് ഒപ്പുന്നവൻ, ഭാരത്തെ മാറ്റുന്നവൻ, ദുഃഖത്തെ മാറ്റുന്നവൻ, ഞെരുക്കത്തെ മാറ്റുന്നവൻ, വേദനയെ മാറ്റുന്നവൻ, ആദിയെ മാറ്റുന്നവൻ, നിരാശയെ മാറ്റുന്നവൻ, നീർന്ന പ്രശ്നങ്ങളെ മാറ്റുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. യേശുവിനോട് നീ സംസാരിച്ചാൽ യേശു ഉടനെ കേൾക്കും, ഉടനെ അടുത്തിറങ്ങും, നിന്റെ ഹൃദയത്തിനകത്ത് വരും. ആമേ, സ്തോത്രം. ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ആമേൻ ഇറങ്ങി വന്നു കേട്ടോ. ആ സത്യ വെളിച്ചം ശമരിയ സ്ത്രീയുടെ അടുക്കലേക്ക് പോയി. ഏത് പാവിയെയും ആമേൻ പൊട്ടിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു ശമരിയ സ്ത്രീയെ പൊട്ടിച്ചു, ക്രിസ്തുവിന്റെ മകളാക്കി മാറ്റി. വീണ്ടും ലൂക്കോസ് 5 പോകുമ്പോൾ ഇതാ പത്രോസ് എന്ന് പറയുന്ന ഒരു മീൻ പിടിക്കാരനെ ആമേൻ പൊളിച്ചടുക്കാൻ യേശു ഇതാ ലൂക്കോസ് 5 സ്തോത്രം. യേശു കർത്താവ് ഗന്നേസർ തടാകത്തിന്റെ കരയിലെത്തി. വായിച്ചേ. അവൻ ഗന്നേസർ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനെ അവനെ തിക്കിക്കൊണ്ടിരിക്കാൻ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്ന കണ്ടു. അടുത്ത് അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഒന്നിൽ യേശു കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിൽ യേശു തന്നാൽ വല കീറും. ഹല്ലേലൂയ. എന്റെ യേശു തന്നാൽ ക്വാളിറ്റി കുറഞ്ഞ തരത്തിലെ ക്വാളിറ്റി കൂടിയത് തരുകയുള്ളൂ. ഹല്ലേലൂയ. ഏറ്റവും നല്ലതേ തരും. ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേ. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറുകോളം നിറച്ചു. അടുത്ത ശീമോൻ പത്രോസ് അത് എണ്ണം കിട്ടാത്തവൻ ഇപ്പൊ പടക് മുങ്ങുന്നത് വരെ നിറച്ചു. ഉണ്ടോ? സ്തോത്രം. ഒറ്റ എണ്ണമില്ലായിരുന്നു. ഒരു നൊത്തോലി പൊടി പോലും
ഇല്ലായിരുന്നു. ഇപ്പോ പടക് മൊത്തം എന്തായി? മീനായി. അടുത്ത വരും. ഷീമോൻ പത്രോസ് നമ്മളാണെങ്കിൽ പറഞ്ഞ യേശുവിനെ നോക്കത്തില്ലായിരുന്നു, അവിടെ നിന്ന് ഒറ്റ മനുഷ്യനെ നോക്കത്തില്ലായിരുന്നു. പറ്റിയില്ലെങ്കിലും വലിച്ചുകൊണ്ടെങ്കിലും മീനും കൊണ്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അതെല്ലാം നടക്കും. ദൈവത്തിന് സ്വത്ത്. അടുത്ത വാക്യം. ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. നോക്കിയേ, ഈ മീന് കണ്ടപ്പോ യേശുവിന്റെ കാലിൽ വീണു. അടുത്ത വരി. കർത്താവേ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട്. അപ്പൊ പത്രോസ് കണ്ടത് മീനല്ല, പിന്നെ എന്തോ കണ്ടേ? അവന്റെ പാപം. ഹല്ലേലൂയ. പത്രോസ് കണ്ടത് പടകിൽ നിറഞ്ഞ മീനല്ല കണ്ടത്. അവന്റെ കണ്ണിന്റെ മുമ്പിൽ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ടത് മുഴുവൻ അവൻ ചെയ്തു കൊടുക്കുന്ന പാപമായിരുന്നു. ഈ പാപം ചെയ്ത പത്രോസിനെ പ്രകാശിപ്പിക്കുക സത്യ വെളിച്ചമാക്കുന്ന യേശു ഗെന്നേസർ തടാകത്തിന്റെ കരയിൽ വന്ന് അവനെ പ്രകാശം കൊണ്ട് ഒന്നടിപ്പിച്ച് അവനെ തൊട്ട് മനസ്സാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അപ്പച്ച, അങ്ങനെ അടുക്കൽ നിൽക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഞാൻ ഭാവിയാണ് കർത്താവേ. എൻ്റെ പാപം എന്ന് പറഞ്ഞാൽ അയ്യോ ഭയാനകമായ പാപമാണ്. യേശുപ്പ, എന്നെ വിട്ടു പോ. അങ്ങ് വിശുദ്ധനാണ്. അങ്ങയുടെ അടുക്കൽ പാവിയായി ഞാൻ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. എൻ്റെ കർത്താവ് എന്നെ വിട്ടു പോകണമെന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു നിൽക്കുകയാണ്. അടുത്ത വരി വായിച്ചേ. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. എല്ലാവർക്കും ഒറ്റ സംഭ്രമം പിടിച്ചു. അടുത്ത വരി. ഷീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ഷീമോനോട് ഭയപ്പെടേണ്ട മക്കളെ, ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് പറഞ്ഞു. മീൻ പിടിക്കുന്നല്ല, പിന്നെ ഇനി നീ പാപം വിട്ട് നീ ക്രിസ്തുവിൻ്റെതായി സത്യതയുമാകുന്ന ദൈവത്തെ നീ ഉയർത്താൻ പോകുന്നു. നീ ഉയർത്തുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ സ്വർഗരാജ്യത്തിലെത്തിക്കാം. ഞാൻ പത്രോസേ നിന്നെ കണ്ടിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഈ ഗ്രൗണ്ടിന് പുറത്തും ഇരിക്കുന്ന പൈതലെ, നിന്നോട് വ്യക്തമായി വിളിച്ചു പറയുന്നു. ചില മക്കളോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ ഇതുവരെ ചിലതിനെ പിടിച്ചു, പക്ഷെ ഈ നാളുകളിൽ എൻ്റെ യേശു പറയുന്നു, നിന്നെ മനുഷ്യനെ നരകം കൊള്ളയടിച്ച് സ്വർഗത്തിൽ എത്തിപ്പിക്കുവാൻ, സത്യ സുവിശേഷത്തെ വിളിച്ചു പറയുവാൻ, ദേശങ്ങളിൽ വിളിച്ചു പറയുവാൻ, പട്ടണങ്ങളിൽ വിളിച്ചു പറയുവാൻ, വ്യക്തികളോട് വിളിച്ചു പറയാൻ ദൈവം നിന്നെ കാണുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് വായിച്ചേ. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. സകലവും വിട്ട് നോക്കിയേ, മീനിന്റെ പുറകെ പോയതാണോ? പിന്നെ ആരുടെ പുറകെ പോയി? യേശുപ്പച്ചൻ വന്ന ജീസസ് യേശുപ്പച്ചൻ വന്നപ്പോൾ അവന്റെ വിധം മാറി, അവന്റെ സ്വഭാവം മാറി. ആ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ, ആ ശക്തി ഇറങ്ങിയപ്പോൾ അവന്റെ കെട്ടുപൊട്ടി. ആ വെളിച്ചം തട്ടിയപ്പോൾ അവന്റെ കെട്ടുപൊട്ടി. ആ വെളിച്ചം തട്ടിയപ്പോൾ അവന്റെ കുരുട്ട് കണ്ണ് തുറന്നു. ആമേൻ. അവിശ്വാസികളുടെ മനസ്സ് ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കിയിരിക്കുമ്പോൾ കുരുട്ട് കണ്ണ് യേശുവിന്റെ സാന്നിധ്യത്തിൽ ആമേൻ സ്തോത്രം. പത്രോസ് വന്നപ്പോൾ അവന്റെ കെട്ടുപൊട്ടി. കൂടെ ഉണ്ടായിരുന്ന കെട്ടുപൊട്ടി എന്നല്ല, പത്രോസിന്റെ കെട്ടുപൊട്ടി. അവൻ സകലതും വിട്ട് ആരാ അനുഭവിച്ചു? സകലം വിട്ട് എൻ്റെ അപ്പനെ. ഒന്നുകൂടെ വായിച്ചാ വരി. ഷീമോന്റെ കൂട്ടൽ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ഷീമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിന്റെ കൂടെ അങ്ങ് പോയി. ഹല്ലേലൂയ. ശബ്ദം കേട്ട പത്രോസും കൂടെയുള്ളവരെല്ലാം കൂടെ ഒരുമിച്ച് എൻ്റെ യേശുവിന്റെ പുറകെ പോയി പാട്ടുകാൻ പാടി. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ഹല്ലേലൂയ. പത്രോസ് പോയി. കണ്ടോ, അവൻ മീനിനോടുള്ള ഭ്രമം പോയി. അവൻ ക്രിസ്തുവിനോടുള്ള ആർത്തിയായി. ലോകത്തോടുള്ള ചിന്തകൾ കുറയാൻ തുടങ്ങി. യേശുവിനോടുള്ള ആർത്തി വന്നു. കണ്ടോ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഞാൻ പറഞ്ഞു, സത്രം ശമരിയ സ്ത്രീയുടെ അടുക്കൽ പോയി. അവളുടെ കെട്ടുപൊട്ടി, അവളുടെ പാവ ജീവിതം തകർന്നു. പത്രോസിന്റെ അടുക്കൽ പോയി. പത്രോസിന്റെ കെട്ടുപൊട്ടി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ അതിൽ ശൗൽ എന്ന മനുഷ്യൻ കുറെ ആൾക്കാരെ കൊല്ലാൻ, വലിച്ചു കെട്ടി തിരിച്ചു കൊണ്ടുപോകാൻ, ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ ഉപദ്രവിക്കുവാൻ അധികാര
പത്രവുമായി ഒരു കൊലയാളിയെ പോലെ എന്ത് ചെയ്യാനുള്ള തൻ്റെ ഇടത്തോടെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള മനുഷ്യനെ ക്രിസ്തുവിൻ്റെ ഒരു കുഞ്ഞാടാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം അവിടെ തട്ടി. ഹല്ലേലൂയ. ഈ ദേശത്തിൽ ചില ഇരുട്ടുകളെ മാറ്റുവാൻ വെളിച്ചം ഇറങ്ങി വന്നിട്ടുണ്ട്. വെളിച്ചമാകുന്ന യേശു ഏത് മനുഷ്യനെയും, ഏത് പാപിയെയും, ഏത് ലോക തോൽവിയെയും, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ യേശു എന്ന വെളിച്ചമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ആരും പോകത്തില്ല. ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു. സഹോദരാ, നീ ഒരുപാട് വാതിലൂടെ സഞ്ചരിക്കുന്ന ആളായിരിക്കാം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏകവാതിൽ, യേശു എന്ന വാതിൽ. ഹല്ലേലൂയ. യേശു എന്ന വാതിൽ, യേശു എന്ന വാതിൽ, യേശു എന്ന വാതിൽ. ഹല്ലേലൂയ. യേശു എന്ന വാതിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ബാക്കി എന്ത് നീതി പ്രവർത്തി ചെയ്താലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യേശു എന്ന വാതിലിലൂടെ നാമേ പോയാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ അടുക്കൽ യേശു ഇറങ്ങി വന്നിരിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന യേശു. ഇതാ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ ഇതാ സ്വത്രം അല്ലെങ്കിൽ അനേകരെ ഉപദ്രവിച്ചതും ഇനി ഉപദ്രവിക്കാൻ വേണ്ടിയും അധികാരപത്രവുമായി പോകുന്നവന്റെ അടുക്കൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞൊരു പ്രകാശം ആഞ്ഞടിച്ചു. ഹല്ലേലൂയ. പാവിയെ പാവത്തിന്റെ കെട്ടുപൊട്ടിക്കുന്ന ആമേൻ വെളിച്ചം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ലോകത്ത് നോക്കിക്കേ, 12 മണിക്ക് 1 മണിക്കൊക്കെ നോക്കിയേ, സ്വത്രം റോഡിലും കവലകളിലും വെട്ടും മടിയും കുത്തും മദ്യപിച്ച് കൊച്ചു കൊച്ചു പൈതങ്ങൾ. നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് സ്കൂളുകളിൽ പോയി നോക്കിയാൽ കുഞ്ഞുങ്ങൾ തന്നെ ലഹരിക്കടിമ. നിങ്ങൾ നോക്കിയേ, 5-ഉം 4-ഉം വയസ്സായ പൈതങ്ങൾ ലഹരിക്ക് അഡിക്റ്റ് ആയിരിക്കുകയാണ്. സ്വത്രം 8-ഉം 10-ഉം 12 വയസ്സായ സ്വത്രം മക്കൾ നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു മാറ്റം വരണമെങ്കിൽ യേശു അകത്തിറങ്ങണം. ഹല്ലേലൂയ. യേശുവിലൂടെ മാത്രമേ വിടുതലുള്ളൂ, വിടുതലുള്ളൂ, വിടുതലുള്ളൂ. യേശു കർത്താവ് വന്നാൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇതാ വെട്ടും മദ്യപിച്ചു കഴിഞ്ഞാൽ സുബോധം കാണുമോ? ആരെന്നറിയത്തില്ല, ഭാര്യ അറിയത്തില്ല, ഭർത്താവിനെ അറിയത്തില്ല, മക്കൾ അറിയത്തില്ല, മാതാപിതാക്കൾ അറിയത്തില്ല. സ്വത്രം പീസായി അല്ലെങ്കിൽ ഇറച്ചി കട്ട് ചെയ്യും പോലെ ആമേ തൻ്റെ ഭാര്യമാരെയും മക്കളമാരെയും ഭർത്താക്കന്മാരെയും കട്ട് ചെയ്യുന്ന എത്രയോ പേർ സഹോദരങ്ങളെ തിരിച്ചറിയാതെ. എന്താ കാര്യം? യേശു ഇല്ല. ദുഷ്ടൻ ഭരിച്ചാൽ നിന്റെ സ്വഭാവം മാറും. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഇന്ന് രാത്രി യേശു ആകുന്ന കർത്താവ് നിന്റെ അകത്ത് വന്നില്ലെങ്കിൽ നീ ഒരു മൃഗമായി ഹല്ലേലൂയ മാറി. ഇന്ന് രാത്രി യേശു വന്നാൽ നീ ഒരു പ്രാവായി, തിളങ്ങുന്നൊരു മുത്തായി. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ആകർഷിക്കുന്നൊരു പാത്രമായി. എന്തുണ്ടാകട്ടെ, എന്തില്ലാകട്ടെ, യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ഇതുപോലൊരു ഭാഗ്യം മറ്റൊന്നുമില്ല. ടക്കനെ വായിച്ചേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 5-ാം വചനം മുതൽ ടക്കനെ ഒന്ന് വായിച്ചേ. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. കണ്ടോ, ഇവൻ കുറെ വർഷം കൊണ്ട് ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുന്നു, ആൾക്കാരെ ഉപദ്രവിച്ചെന്നല്ല, ഇപ്പൊ ആരെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞേ? യേശുവിനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. അടുത്ത പേര്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും. ഈ പാവിയെ അവിടെ വെച്ച് രക്ഷിച്ചു. അവൻ ക്രിസ്തുവിന്റെ ഒരു പടക്കുതിരയായി, ദൈവത്തിന് സ്വത്രം, പടക്കുതിരയായി മാറി. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം ടക്കനെ വായിച്ചേ 13 മുതൽ 21 വരെ. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവരോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു, വസ്തുവകയല്ല ജീവന് ആധാരം. ഒരു ഉപമ അവരോട് പറഞ്ഞത്, യേശു ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട് മൂടാ
ദൈവം വിളിക്കുന്ന പേരാണ്. ലോകത്തിൽ എന്താ പേര്? ഭയങ്കര സമ്പത്തുള്ള ആളിന് ലോകത്തിൽ വെയിറ്റ്, വില, നില. സമ്പത്ത് വേണ്ടേ? വേണം. എല്ലാവർക്കും സമ്പത്ത് വരട്ടെ. ഞാൻ വീണ്ടും ബ്ലസ് ചെയ്യണം. എല്ലാവർക്കും സമ്പത്ത് വരട്ടെ. ലോകത്തിൽ സമ്പത്തുള്ള ഒരു വിലയുണ്ടല്ലേ, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പദവിയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ വിളിച്ച വിളി എന്തെന്നാ? മൂടാ, നിനക്കിതെല്ലാം കൊണ്ട് ദൈവമുണ്ടോ? ജീസസ്, നിനക്ക് ഈ സമ്പത്തുണ്ട്, നിനക്ക് മൊത്തത്തിൽ പണക്കാരനാണ് നീ, പക്ഷെ നിന്റെ അകത്ത് സമ്പത്താകുന്ന യേശു വന്നിട്ടുണ്ടോ? മൂടാ, യേശു വിളിച്ച വാക്ക. അടുത്ത വരി. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? കരവൊന്നടിച്ചേ, ഉറക്കമൊക്കെ പോട്ടെ. കരവൊന്നടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാൻ സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വരി. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, മൂടാ. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാം ആർക്കാകും? ആരനുഭവിക്കും? നീ ഇത് കൊണ്ടിങ്ങി വരാൻ പറ്റുമോ? കണ്ടോ? അടുത്ത വരി. ദൈവവിഷയമായി സമ്പന്നനാകാതെ പൈതലെ എന്തുകൊണ്ടായിരിക്കട്ടെ, യേശുവില്ലെങ്കിൽ സമ്പത്ത് നമ്മളെ രക്ഷിക്കത്തില്ല. മനുഷ്യന് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നമ്മെ രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ, യേശു. ആ യേശുവിനെ കർത്താവ് രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവിടെ വിടുതലുണ്ട്, അവിടെ മാറ്റമുണ്ട്. ആ യേശു നമ്മുടെ കൂടെ ഇന്ന് വീട്ടിൽ വരും. അതുകൊണ്ട് സ്വത്രം വാക്യം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16:26 വായിച്ചേ. കറക്റ്റ് സമയത്ത് വായിച്ചേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? എല്ലാം നേടി. ജോലിക്ക് ജോലിയുണ്ട്, സമ്പത്തിന് സമ്പത്തുണ്ട്, വീടിന് വീടുണ്ട്, കാറിന് കാറുണ്ട്, എസ്റ്റേറ്റിന് എസ്റ്റേറ്റുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പദവിയുണ്ട്. ഇനി ഒരു 50 ഏക്കറൂടെ വാങ്ങണമെങ്കിലും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. പക്ഷേ സ്വത്രം മുഴുലോകം നേടിയാലും മുഴുലോകത്തേക്കാൾ വിലപിടിപ്പോൾ ആത്മാവ് നഷ്ടമായാൽ ഇത് പണം കൊണ്ട് രക്ഷിക്കുമോ? നമ്മളിവിടെ നേടിയ പ്രശസ്തി, പേര്, ജോലി, വിലയും നിലയും, നിന്റെ സർട്ടിഫിക്കറ്റുകൾ ഈ ആത്മാവിനെ രക്ഷിക്കുമോ? നിത്യ ദണ്ഡനത്തിലേക്കല്ലേ പോകൂ. രാത്രി സ്നേഹിത ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. വേദപുസ്തകം വായിക്കുമ്പോൾ 1 തിമോത്തിയോസ് 1:15 വായിക്കുമ്പോൾ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയെന്ന് വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ന്റെ 2-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര പാപമുണ്ടെങ്കിലും അത് ശുദ്ധീകരിക്കാൻ കഴിവുന്നത് യേശുവിന്റെ രക്തത്തിനാണ്. ഏത് പാപിയെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള രക്തവുമായി ഇന്ന് രാത്രി ഈ ദേശത്ത് യേശു ഇറങ്ങിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വതന്ത്ര പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ഈ ദേശത്ത് ഈ കടന്നു വന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, നിങ്ങളുടെ ഭവന തലങ്ങൾക്കകത്ത് അന്ധകാര ശക്തി തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ 1 യോഹന്നാൻ 3:8 2-ാം ഭാഗത്തിൽ പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. യേശു വന്നത് പിശാചിന്റെ പ്രവർത്തികൾ അഴിക്കാനാണ്. യേശു വന്നത് പാപിക്ക് മോചനത്തിനാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലേ, നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി യേശു ക്രിസ്തു, പാപം കൂടാതെ പാപമില്ലാത്തവൻ, പാപിയെ രക്ഷിക്കാൻ പാപമില്ലാത്ത യേശു ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഏത് കഠിന പാപമായാലും ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നു. സ്വത്രം യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യം വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യം വായിച്ചേ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ഹിമം പോലെ വെളുക്കും. ഹിമം പോലെ എങ്ങനെ വെളുക്കും?
ഹിമം പോലെ വെളുപ്പിക്കാൻ. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. പഞ്ഞി പോലെ. ഇന്ന് രാത്രി എത്ര കൊടും പാപമായാലും ശരി, രക്താംബരം പോലെ ആയ പാപം, രഹസ്യത്തിലും പരസ്യത്തിലും പാപം ഉണ്ടെങ്കിലും ഇന്ന് രാത്രി സ്നേഹിത സഹോദര, യേശുവിൻ്റെ രക്തത്തിന് പാപത്തെ ക്ഷമിക്കാൻ കഴിവുണ്ട്. എവിടെ ഇരുന്ന് ഈ ശബ്ദം ശ്രദ്ധിച്ചാലും ശരി, ഈ ഒരാഴ്ചയെ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും രക്തത്താൽ കഴുകൽ പ്രാപിക്കാനും യേശുവിനെ കണ്ടുമുട്ടാനും ഈ ഒരാഴ്ചയേ ഉള്ളൂ. ഈ ആഴ്ചയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മരിച്ച ലോകരക്ഷകനാകുന്ന യേശുവിനെ കണ്ടുമുട്ടാമോ? ആ യേശുവിനെ ഒന്ന് ആരാധിക്കാമോ? ആ കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരാമോ? പാപത്തെ ഏറ്റുപറയാമോ? നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ഇതാ തകരപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി ഈ ഒരു ആയുസ് മാത്രം നമുക്കുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ ഈ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആ പാട്ട് ഈ ഒരു ആയുസ് നമുക്കുള്ളൂ സോദരൻ പാടുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി താങ്കൾ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ദേശത്തിന് നടുവിൽ എവിടെയിരുന്ന് ഈ ശബ്ദം ശ്രദ്ധിച്ചാലും, ഈ ഗ്രൗണ്ടിലാകട്ടെ പുറത്താകട്ടെ, ഈ ഒരായുസേ ഉള്ളൂ. ഈ ആയുസ്സിൽ ഹല്ലേലൂയ, ഈ ജീവിതം കഴിഞ്ഞ് അടുത്തൊരു ജീവിതത്തിൽ താങ്കൾ എവിടെ ചെന്ന് ചേരും? ഓ സ്വത്രം. വചന നേരത്തെ ചോദിച്ചു, നിന്റെ പ്രാണനെ ഇന്ന് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇന്ന് പാപം ചെയ്ത് പലതും നേടുമ്പോൾ സ്നേഹിത സഹോദര, തൻ്റെ മുഴു ലോകത്തെക്കാളും വിലപിടിപ്പുള്ള ആത്മാവ് നഷ്ടപ്പെടുത്തിയ താങ്കൾ എവിടെ ചെന്ന് ചേരും? ഇന്ന് രാത്രി താങ്കളുടെ അടുക്കൽ യേശു വന്ന് നിൽക്കുന്നു. താങ്കളെ സ്നേഹിക്കുന്ന യേശു, താങ്കളെ അടുത്തറിയുന്ന യേശു. 2000 വർഷം മുമ്പ് ഓ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഇതാ ഒരുവൻ തകരപ്പെട്ടു. ഞാനും നിങ്ങളും നരകത്തിൽ പോവേണ്ടടുത്ത് ഇതാ പാപത്തെ ഏറ്റെടുത്ത ഒരുവൻ, അത് യേശു ക്രിസ്തു. യേശുവിന്റെ രക്തം ഇന്ന് സകല പാപങ്ങളെ പോക്കും. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പൈതലെ, ഇരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് എൻ്റെ യേശുവിനോടൊന്ന് പറ, യേശുവേ എനിക്ക് അങ്ങേ ആവശ്യമാണ്. ഇനി എൻ്റെ ജീവിതം അങ്ങേക്കായി ഞാൻ ജീവിക്കും. എൻ്റെ പാപത്തെ എവിടെ നിന്ന് ക്ഷമിക്കണമേ. എന്നെ ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ. എന്നെ ആ വെളിച്ചം ഒന്ന് അടിപ്പിക്കണമേ അപ്പാ. എൻ്റെ മേലെ ആ ശക്തിയെ പകരണമേ. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ഏത് മനുഷ്യനെയും ഏത് ഇരുട്ടിനെയും ഏത് പാവത്തെയും ഉടക്കുന്ന വെളിച്ചം എൻ്റെ മേലും ഒന്ന് അടിക്കണമെന്ന് ഇന്ന് രാത്രി ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും? ആരൊക്കെ പറയും, കർത്താവേ ഇന്ന് വരെയും എൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, ഇനി മുതൽ എനിക്ക് എൻ്റെ യേശു വേണം. ഇത്രയും കാലം കുടുംബത്തിനകത്ത് അടിയും വെട്ടുമായിരുന്നു, ഇനി എനിക്ക് എൻ്റെ യേശു വേണം. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശു ഒരു മൃഗതുല്യമായി ഞാൻ ജീവിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ തലയ്ക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത രീതിയിൽ അപ്പൊ ഒരു ഭ്രാന്തിയെ പോലെ, പ്രഭ്രാന്തനെ പോലെ ഞാൻ അലറുന്നൊരു സ്വഭാവമാണ്, ചീത്ത വിളിക്കുന്ന സ്വഭാവമാണ്, മദ്യപാനത്തിന്റെ സ്വഭാവമാണ്, പന്ന അഴുക്ക സ്വഭാവങ്ങളാണ്. യേശുവേ എനിക്കിന്നൊരു മോചനം വേണം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാമോ? പാപത്തേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാമോ? നാം എല്ലാവരും എഴുന്നേറ്റാട്ടെ. വേദപുസ്തകം മടക്കി വെച്ച് എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ എനിക്ക് അങ്ങേ ആവശ്യമാണ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ. എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞപ്പാ എനിക്ക് അങ്ങേ ആവശ്യമാണ്. ആ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. യേശുവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എൻ്റെ പാപക്കറകളെ ഒന്ന് ക്ഷമിക്കണമേ. അശുദ്ധിയെ എൻ്റെ പേര് കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞു. സഹോദരങ്ങൾ എല്ലാവരും അതരങ്ങളെ ചലിപ്പിച്ച്, നിങ്ങൾ ഈ കേട്ട വചനം ഷാനി സിസ്റ്ററിന്റെ വചനമല്ല, ഇത് യേശു ക്രിസ്തുവിന്റെ വേദപുസ്തകത്തിന്റെ വചനം അത്രേ. നിങ്ങൾ അതരങ്ങളെ ചലിപ്പിച്ചെന്ന് പറഞ്ഞു, യേശുവേ ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. യേശുവിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. എൻ്റെ ജീവിതത്തിനകത്ത് അശുദ്ധിയെ ക്ഷമിക്കണമേ. എൻ്റെ പാപക്കറകളെ ക്ഷമിക്കണമേ. ഇനിയുള്ള ജീവിതം ഞാൻ അങ്ങേക്കായി ജീവിക്കാം. ഈ ഒരു ആയുസ് മാത്രമേ ഞങ്ങൾക്കുള്ള അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വം കരയേറ്റുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരികയാണ്. ഓ ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഇനി നല്ല സമയത്തിനായി നന്ദി പിതാവേ. ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ കൃപയുടെ മറവിൽ മറച്ചതിനായി നന്ദി പിതാവേ. ഞങ്ങൾ വിശ്വസിക്കുക പിതാവേ. ഈ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും അവിടുത്തെ കരങ്ങൾ തരികയാണ്. അങ്ങ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. അപ്പാ കേട്ടത് ഒരു ദൂതം നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം നല്ല നിലത്തു വീണ വിത്തുകളായി അത് 30, 60, 100 മേനും ബലം കൊയ്യുന്ന നിലവാരത്തിൽ അങ്ങ് മാറ്റി തീർക്കുവാൻ പോകുന്നതിനായി സ്തോത്രം പിതാവേ. അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി തരികയാണ്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ഓരോ കാര്യങ്ങളും അങ്ങ് നിയന്ത്രിച്ചതിനായി സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. നാളത്തെ കൺവെൻഷൻ യോഗവും അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ. അതേ പിതാവേ,
ഈ കൂട്ടത്തിൽ രോഗത്തോടെ ഭാരത്തോടെ തിരുസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അങ്ങ് കരത്തെ തൊടുക പിതാവേ. പരിപൂർണമായ ഒരു വിടുതൽ പ്രാപിച്ചു മടങ്ങി പോകുവാൻ, പരിപൂർണമായ ഒരു സൗഖ്യം പ്രാപിച്ചു മടങ്ങി പോകുവാൻ അങ്ങയുടെ ഹല്ലേലൂയ പ്രസംഗത്തിൽ ആ രോഗികളെ സൗഖ്യമാക്കി അങ്ങയുടെ വചനത്തെ ഉറപ്പിച്ചതുപോലെ ഞങ്ങൾ ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. രോഗത്തോടെ ഭാരത്തോടെ വിഷമത്തിന്റെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ പരിപൂർണമായൊരു വിടുതൽ ആ ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ പിതാവേ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്തിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം പിതാവേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസവും കൂട്ടായ്മ ഞങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ രണ്ടാം വരവിരിക്കുമാറാട്ടെ. ആമേൻ. ദൈവം നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. ആമേൻ.